നമസ്കാരം. പയൻ ഡിബേറ്റിലേക്ക് സ്വാഗതം. തൃശൂരിലെ CPM നേതാക്കൾ കോടികൾ ഉണ്ടാക്കിയെന്ന DYFI നേതാവിന്റെ വാക്കുകൾ പാർട്ടിക്ക് പുലിവാലാകുന്നു. കരുവന്നൂർ ബാങ്കിൽ പാവങ്ങളുടെ നിക്ഷേപം ആവിയായതിൽ പാർട്ടി പ്രതിക്കൂട്ടിലായപ്പോൾ സാമ്പത്തിക ക്രമക്കേടിന് കേന്ദ്ര ഏജൻസികൾ ചോദ്യം ചെയ്ത AC മൊയ്തീൻ, MK കണ്ണൻ എന്നിവരുടെ കോടിക്കണക്കിനെ കുറിച്ചാണ് പാർട്ടി നേതാവിനോട് ശരത് പ്രസാദ് സംസാരിച്ചത്. കപ്പലണ്ടി വിറ്റ് നടന്നയാൾ കോടികൾ ഉണ്ടാക്കി, സ്വന്തം കാര്യം നോക്കാൻ തൃശൂരിലെ CPM നേതാക്കൾ മിടുക്കർ, കമ്മിറ്റി അംഗങ്ങളായാൽ പിരിവ് തുടങ്ങിയ കാര്യങ്ങൾ യുവജന പ്രസ്ഥാനത്തിന്റെ ജില്ലാ സെക്രട്ടറിയുടെ വായിൽ നിന്ന് തന്നെ പുറത്തു വരുമ്പോൾ നേരത്തെ ഉയർന്ന ആരോപണങ്ങൾ വെറും ആരോപണങ്ങളാണെന്ന് എങ്ങനെ പറയാനാകും? പാർട്ടി നേതാക്കൾക്ക് പോലും അറിയാവുന്ന കോടികളുടെ സമ്പാദ്യം കേന്ദ്ര ഏജൻസികൾ കണ്ടെത്താതെ പോയത് എന്തുകൊണ്ട്? DYFI തൃശൂർ ജില്ലാ സെക്രട്ടറി സംസാരിച്ച കാര്യങ്ങൾ ശബ്ദരേഖയായി പുറത്തു വരുമ്പോൾ പയൻ ഡിബേറ്റ് ചർച്ച ചെയ്യുന്നു. തുടർ ഭരണത്തിൽ കോടിക്കിലുക്കമോ? പയൻ ഡിബേറ്റിൽ ശ്രീ റെജി ലൂക്കോസ്, ശ്രീ അഖിൽ രവീന്ദ്രൻ, ശ്രീ MK ഹരിദാസ് എന്നിവരാണ് ചേരുന്നത്. അതിനു മുൻപ് ശരത് പ്രസാദ് DYFIയുടെ തൃശൂർ ജില്ലാ സെക്രട്ടറിയാണ്. അദ്ദേഹത്തിൻ്റെതായി ചില വാക്കുകൾ ഇന്ന് പുറത്തു വന്നിരുന്നു. സുഹൃത്തിനോട് സംസാരിച്ചവരുമാണ്. സുഹൃത്ത് എന്ന് പറയുമ്പോൾ പാർട്ടിയിലെ തന്നെ അംഗമാണ്, പാർട്ടി പ്രവർത്തകനാണ്, പാർട്ടി ഭാരവാഹിയാണ്. അങ്ങനെ ഒരാളോടാണ് ശരത് പ്രസാദ് സംസാരിച്ചത്. അത് റെക്കോർഡ് ചെയ്യുകയായിരുന്നു. ആ ശബ്ദരേഖ പുറത്തു വന്നതാണ് ഇപ്പോൾ പാർട്ടിയെ കുഴപ്പത്തിലാക്കിയിരിക്കുന്നത്. ഈ ശബ്ദരേഖ പുറത്തുവിട്ട ആളെ പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഒരു നടപടി ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ശരത് പ്രസാദ് പറഞ്ഞ കാര്യങ്ങൾ അത് ശരിയല്ല എന്നും പാർട്ടി വ്യക്തമാക്കുമ്പോൾ, പാർട്ടിയുടെ തൃശൂർ ജില്ലാ ഘടകം വ്യക്തമാക്കുമ്പോൾ ശരത് പ്രസാദിൻ്റെ നിലപാട് എന്ന് പറയുന്നത് 5 വർഷം മുൻപ് പറഞ്ഞ കാര്യങ്ങളാണെന്നാണ്. പക്ഷേ ഇവിടെ പ്രശ്നമാകുന്നത് കരുവന്നൂർ ബാങ്ക് തട്ടിപ്പുമായി ബന്ധപ്പെട്ട് തൃശൂർ ജില്ലയിലെ മുതിർന്ന CPM നേതാക്കളെ കേന്ദ്ര ഏജൻസികൾ ചോദ്യം ചെയ്തതാണ്. അന്ന് ഈ കോടികളുടെ കണക്കുകൾ പുറത്തു വന്നതും ആരോപണമായി ഇപ്പോഴും അന്തരീക്ഷത്തിൽ ഉള്ളതുമാണ്. പക്ഷേ കേന്ദ്ര ഏജൻസികൾക്ക് ഇവ കണ്ടെത്തുവാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല എന്നതേ ഉള്ളൂ. പക്ഷേ CPM ഇക്കാര്യത്തിൽ കരുവന്നൂർ ബാങ്ക് തട്ടിപ്പിൽ പ്രതിക്കൂട്ടിലാണ്. അന്ന് ഏജൻസികൾ ചോദ്യം ചെയ്ത ആളുകളെ കുറിച്ചുള്ള കാര്യങ്ങളാണ് ശരത് പ്രസാദ് DYFIയുടെ തന്നെ ജില്ലാ സെക്രട്ടറി പറഞ്ഞത്. അതുമാത്രമല്ല, കരുവന്നൂർ ബാങ്ക് തട്ടിപ്പിൽ അന്ന് CPM പ്രതിക്കൂട്ടിലായി നിന്ന സമയത്ത് പാർട്ടിയെ പ്രതിരോധിക്കാൻ മുന്നോട്ട് വന്ന തൃശൂർ ജില്ലയിലെ ഒരു പ്രമുഖ നേതാവ് കൂടിയാണ് ശരത് പ്രസാദ്. ശരത് പ്രസാദിന്റെ ആ സംസാരം അത് ഒന്ന് കേൾക്കാം. CPM ജില്ലാ ലീഡർഷിപ്പ് പിള്ളേർക്ക് പ്രശ്നമുണ്ട്, സാമ്പത്തിക പ്രശ്നം അവർക്കുണ്ടാവില്ല. അതൊന്നും ഘട്ടം കഴിഞ്ഞാൽ അവരുടെ ലെവല് മാറും, ഇവരുടെ ഇൻട്രാക്ഷൻ. ഇപ്പൊ നമ്മളിപ്പോ തീരുമാനമെടുത്തപ്പോ ഞാൻ ഏരിയ സെക്രട്ടറി മാക്സിമം തീരുമാനത്തൊരു 5000 രൂപ, 10,000 മാക്സിമം. എന്നാൽ ജില്ല പറയുന്നത് 25,000, പാർട്ടി കമ്മിറ്റി പറയുന്നത് എന്താണ് 75,000, 1,00,000. അപ്പൊ നമ്മുടെ എന്താണ് നമ്മൾ ഇന്ററാക്ട് ചെയ്യുന്ന സാമ്പത്തിക നിലവാരം മാറി. ഈ നിലവാരത്തിനകത്ത് നമുക്ക് എന്ത് ചെയ്യാൻ നമ്മൾ ജീവിക്കും. അതെല്ലാവരും അല്ലാണ്ട് എന്റെ അല്ല കേരള അങ്ങനത്തെ വേറെ കുഴപ്പമൊന്നുമില്ല. ഇവരൊക്കെ അവരവരുടെ കാര്യം നോക്കാം. ഇവരൊക്കെ നല്ല പിടിക്കും. ഇവരൊക്കെ ഭയങ്കരൊക്കെ കണ്ണാട്ടൊക്കെ ഓടാനോടി വെക്കും. പൊളിറ്റിക്സ് രക്ഷപ്പെട്ടാണ്. കപ്പലണ്ടിയാണ് കപ്പലണ്ടി ഏറ്റവും വരുന്നത് തൃശ്ശൂരാണ്. ആളാണ് കാണുന്ന അയാൾക്ക് ചുരുങ്ങിയത് കോടാനോടി വെച്ചാൽ അവർക്ക് അത്ര വലിയ വലിയ ഡീലേഴ്സാണ്. കണ്ടങ്ങൾക്ക് നിസ്സാര ഡീലിങ്സ് ആണ്. കണ്ടങ്ങൾക്ക് AC നിസ്സാര ആൾക്കാരാണ്. ജില്ലയിലത്തെ വലിയ വലിയ എന്താണ് അത്ര അപ്പർ ക്ലാസ് ആളുകളുടെ ഇടയിൽ ഇന്ററാക്ട് ചെയ്യുന്ന ആൾക്കാരവരൊക്കെ. ഇതാണ് ശരത് പ്രസാദിന്റെ വാക്കുകൾ. അതൊരു സുഹൃത്തും പാർട്ടി അംഗവുമായ ആൾ റെക്കോർഡ് ചെയ്യുകയാണ് ഉണ്ടായത്. ശ്രീ MK ഹരിദാസ്, നേരത്തെ കരുവന്നൂർ ബാങ്ക് തട്ടിപ്പുമായി ബന്ധപ്പെട്ട് തൃശൂർ ജില്ലയിലെ CPM നേതാക്കളുടെ ഈ സാമ്പത്തിക ഇടപാടുകളെ കുറിച്ച് ഒട്ടേറെ ചർച്ചകൾ വന്നതാണ്. അന്ന് AC മൊയ്തീനെ കുറിച്ചും MK കണ്ണനെ കുറിച്ചും ഒക്കെ പരാമർശം വന്നതാണ്. ഇപ്പോൾ ഒരു ജില്ലാ നേതാവ് തന്നെ ശരത് പ്രസാദ് എന്ന് പറയുന്നത് അന്ന് ഇതേക്കുറിച്ചുള്ള ചർച്ചകൾ നടക്കുമ്പോൾ ചാനലുകളിൽ വന്നു പോലും പാർട്ടിയെ പ്രതിരോധിക്കുന്ന ആളായിരുന്നു. അദ്ദേഹം തന്നെയാണ് ഈ കോടിക്കണക്കിനെ കുറിച്ച് പറയുന്നത്. അവിശ്വസിക്കേണ്ട കാര്യമില്ലല്ലോ ഇതിൽ നമ്മൾ തീർച്ചയായിട്ടും ഈ ചർച്ച നമുക്ക് ഈ കരുവന്നൂർ സഹകരണ ബാങ്കിന്റെ കൊള്ളയുമായിട്ട് CPM നടത്തിയ കൊള്ളയുമായിട്ട് കണക്ട് ചെയ്തിട്ട് വേണം ഈ ചർച്ച നടത്താൻ. കാരണം തൃശ്ശൂരിൽ നിന്ന് ഏറ്റവും കൂടുതൽ പണം കൊള്ളയടിച്ചിരിക്കുന്ന ഒരു സഹകരണ ബാങ്കാണ് ഈ കരുവന്നൂർ സഹകരണ ബാങ്ക്. പിന്നെ കുട്ടനെല്ലൂർ സഹകരണ ബാങ്ക്, അങ്ങനെ കുറച്ചുണ്ടെങ്കിലും ഈ 400 കോടി രൂപയുടെ വ്യാപ്തി മറ്റൊന്നിനുമില്ല. അപ്പൊ അത്തരം ചർച്ചകൾ ന്യൂസ് 18 പോലുള്ള ചാനലുകൾ നടത്തുമ്പോൾ
ഇത്തരം കാര്യങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നവരെ മുഴുവൻ പാർട്ടി വിരുദ്ധരും പാർട്ടിയുടെ എതിരായിട്ടുള്ളവരും പാർട്ടി മറ്റുള്ളവരിൽ നിന്ന് പൈസ വാങ്ങിക്കൊണ്ട് ചാനൽ ചർച്ചകളിൽ വന്നിരുന്നിട്ട് പാർട്ടിയെ കരിവാരി തേക്കാൻ ശ്രമിക്കുന്നവരുമാണ് എന്ന് പറഞ്ഞവർക്കുള്ള മറുപടിയാണ് ശരത്ചന്ദ്രൻ ഇപ്പൊ നീ പറഞ്ഞത്. എന്താണ് ശരത്ചന്ദ്രൻ? ശരത് പ്രസാദ് തൃശ്ശൂരിൽ ഡിവൈഎഫ്ഐയുടെ ജില്ലാ സെക്രട്ടറിയാണ് അദ്ദേഹം. നിസ്സാരപ്പെട്ട സ്ഥാനമല്ല അത്. തൃശ്ശൂരിലെ ഡിവൈഎഫ്ഐയുടെ ജില്ലാ സെക്രട്ടറി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇതിലിപ്പോ കെ വി അബ്ദുൽ ഖാദർ നിങ്ങളുടെ ചാനലിൽ പറയുന്നത് ഇത് 5 കൊല്ലം മുമ്പ് റെക്കോർഡ് ചെയ്തതാ. എന്ന് റെക്കോർഡ് ചെയ്തതായ എന്താ? 10 കൊല്ലം മുമ്പ് റെക്കോർഡ് ചെയ്തതായാലും എന്താ? ആ പറഞ്ഞതിലത്തെ വസ്തുതയല്ലേ നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഓരോരുത്തരെ കുറിച്ചിട്ട് പറയുന്നത് എന്താ? ബീഡി വാങ്ങാൻ കാശില്ലാത്ത നടന്ന ആളുകളൊക്കെ ഇന്ന് സിഗരറ്റ് വാങ്ങി വലിക്കുന്നു. 10,000 കയ്യിലുണ്ടായിരുന്നവനെ 1 ലക്ഷമായിട്ട് വർദ്ധിച്ചു. 1 ലക്ഷം കയ്യിലുണ്ടായിരുന്നവനെ അത് 10 ലക്ഷമായി വർദ്ധിച്ചു. 10 ലക്ഷം കയ്യിലുണ്ടായിരുന്നവനെ അത് കോടിയായി വർദ്ധിച്ചു. കോടി കയ്യിലുണ്ടായിരുന്നവനെ ശതകോടിയായി വർദ്ധിച്ചു. ഞാൻ ഇത്തരം ഈ ഡയലോഗ് ചാനൽ ചർച്ചകളിൽ പറയുമ്പോഴൊക്കെ അങ്ങേയറ്റം അവഹേളിച്ച് എന്നെ കുറിച്ചിട്ടൊക്കെ സംസാരിക്കാറുള്ളവര് ഇപ്പൊ ഈ എന്താണ് ഈ ശരത് പ്രസാദ് ഇപ്പൊ ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ എന്നുള്ളത് നമ്മൾ കൂട്ടി വായിക്കണം. അപ്പൊ ഇതില് കേരളത്തിൽ ഒരു ഞെട്ടലുണ്ട് എന്നുള്ളത് മറ്റേ മഞ്ജുഷ് ചിന്തിക്കരുത്. കാരണം കേരളത്തിലെ എല്ലാവർക്കും പാർട്ടിയെ സ്നേഹിക്കുന്ന, പാർട്ടിയിൽ നിന്ന് അകന്നു നിന്നുകൊണ്ട് പാർട്ടിയെ വീക്ഷിക്കുന്ന എന്നെ പോലുള്ള എല്ലാവർക്കും അറിയാവുന്ന ഒരു സംഗതി മാത്രമാണ് ഈ ശരത്ത് ഇപ്പൊ വിളിച്ചു പറഞ്ഞിരിക്കുന്നത്. ഞാൻ ഒരു കാര്യം പറയുന്നത് മഞ്ജുഷ് ശ്രദ്ധിക്കുക. ഒരു വെസ്പ സ്കൂട്ടർ ഉള്ളവനെ അവൻ പെറ്റി ബൂർഷ്വാ ആണ് എന്ന് പഠിപ്പിച്ച പാർട്ടിയാണ്. ഞാൻ അത്തരം ഒരു ക്ലാസ്സിൽ പങ്കെടുത്തിട്ടുണ്ട്. ഒരു വെസ്പ സ്കൂട്ടർ, ആദ്യകാലത്തൊക്കെ ഈ വെസ്പ സ്കൂട്ടർ അല്ലേ ചെരിച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്യണത്. അതിലുള്ളവൻ പെറ്റി ബൂർഷ്വാണ്. ഒരു അംബാസഡർ കാറുള്ളവൻ പക്ക ബൂർഷ്വാണ്. ഇന്ന് പാർട്ടിയിലെ 1ാം നിര 2ാം നിര നേതാക്കന്മാർ ഉപയോഗിക്കുന്ന കാറുകളുടെ വില കേട്ടാൽ നമ്മൾ ഞെട്ടില്ലേ? അവരുടെ കയ്യിൽ ഇരിക്കുന്ന ഐഫോണുകളുടെ വില കേട്ടാൽ നമ്മൾ ഞെട്ടില്ലേ? ഇവർക്കൊക്കെ എവിടെ നിന്നാണ് ഒരു സുപ്രഭാതത്തിലെ ഈ കഴിഞ്ഞ 9 വർഷവും 3 മാസവും കൊണ്ട് ഇത്തരത്തിലുള്ള ഡെവലപ്മെന്റ് ഉണ്ടായത് എന്ന് പാർട്ടി എന്തുകൊണ്ട് ചിന്തിച്ചില്ല? അത് ഈ പാർട്ടി നേതാവ് തന്നെ പറയുന്നത്, പാർട്ടി നേതാവ് അദ്ദേഹം ഇത് റെക്കോർഡ് ചെയ്യുന്നുണ്ടെന്ന് അറിഞ്ഞ് കാണില്ല. നിബിൻ എന്നുള്ള ഒരു ആളാണ് ഇത് റെക്കോർഡ് ചെയ്തത്. അത് സ്വാഭാവികമായിട്ടും ഈ പാർട്ടിയിൽ ഉള്ള തർക്കം കാരണം ഇത് വെളിയിൽ വന്നു എന്ന് തന്നെ നമുക്ക് വിചാരിക്കാം. 5 വർഷം മുൻപ് നടന്നതാണെന്ന് പറഞ്ഞതും വിശ്വസിക്കാം. പക്ഷേ 5 വർഷം മുൻപും ഈ കരുവന്നൂർ തട്ടിപ്പിനെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അന്ന് നിക്ഷേപകർ പണത്തിന് വേണ്ടി ഓടി നടന്ന ഒരു കാലം തന്നെയാണ്. അപ്പോൾ തൃശ്ശൂരിലെ ഈ പാർട്ടി ഇടപെട്ട സാമ്പത്തിക ക്രമക്കേടുകൾ ഉള്ള ഒരു സമയം തന്നെയാണ്. അതുകൊണ്ട് 5 വർഷം മുൻപാണ് എന്ന് പറഞ്ഞതുകൊണ്ട് കാര്യമില്ലല്ലോ. തീർച്ചയായിട്ടും. എന്താ അതിൽ ഇത്ര 5 അല്ല മഞ്ജുഷേ, 10 കൊല്ലം മുമ്പാണെങ്കിലും ഉത്തരവാദപ്പെട്ട ഒരു സ്ഥാനത്തിരിക്കുന്ന CPM-ന്റെ യുവജന സംഘടനയുടെ ജില്ലാ സെക്രട്ടറി ആയാലും ജില്ലാ പ്രസിഡന്റ് ആയാലും വിളിച്ചു പറഞ്ഞിട്ടുള്ള ഈ സത്യം കാലങ്ങളായിട്ട് ഒരുപാട് പേര് പറയുമ്പോൾ അവരെ അങ്ങേയറ്റം അവഹേളിച്ച് ചളിയിൽ ചവിട്ടിത്താഴ്ത്തത്തക്ക തോതിൽ സംസാരിച്ചത് തെറ്റാണെന്ന് പാർട്ടി ഇനിയെങ്കിലും പറയണം. നമ്മൾ ഒരു കാര്യം ഇവിടെ മനസ്സിലാക്കണം. ഇവിടെ എറണാകുളത്ത് ഒരു CITU-ന്റെ നേതാവ് മിനി കൂപ്പറും ഒരു ഇന്നോവയും വാങ്ങിയത് അയാളുടെ ഭാര്യയുടെ ശമ്പളം കൊണ്ട് ലോൺ അടച്ചുകൊണ്ടാണെന്ന് പറഞ്ഞത് വിശ്വസിക്കാൻ എത്ര പേർ തയ്യാറായിട്ടുണ്ട്? അതുപോലെ തന്നെ ഈ സ്ഥിരമായിട്ട് ചാനൽ ചർച്ചകളിൽ വന്നിരുന്ന പാർട്ടിയെ ന്യായീകരിച്ച ഒരു വ്യക്തിയാണ് വൈശാഖൻ. NV ആണ് അദ്ദേഹത്തിന്റെ ഇനീഷ്യൽ എന്ന് കരുതുന്നു. തൃശ്ശൂർ ജില്ലയിലാണ്, പുതുക്കാട്. അദ്ദേഹം കോറി മാഫിയയുമായിട്ട് വില പേശുന്നത് വീഡിയോ പുറത്തു വന്നില്ലേ? ഇതിനൊക്കെ അപ്പുറമുള്ള തെളിവുകൾ എന്താണ് വേണ്ടത്? ഇവിടെയാണ് വൈദേഹ റിസോർട്ടിൽ ഭാര്യ റിട്ടയർ ചെയ്യുമ്പോൾ കിട്ടിയ 90 ലക്ഷം നിക്ഷേപിച്ചതിനാണ് EP ജയരാജന്റെ നേരെ കുതിര കയറുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മളെയൊക്കെ അങ്ങേയറ്റം ഒതുക്കാൻ ഈ പാർട്ടിയുടെ വേണ്ടി ചർച്ചയ്ക്ക് വരുന്നവർ ശ്രമിച്ചത്. പക്ഷെ അതിന് ഭിന്നമായി നിൽക്കുന്ന പാർട്ടി പ്രവർത്തകരെ P ജയരാജൻ അടക്കമുള്ളവർ ഇപ്പോഴും സജീവമായിട്ട് ഇത്തരം കാര്യങ്ങൾ പുറത്തു വരണമെന്ന് ആഗ്രഹിക്കുന്നവരുണ്ട് എന്നുള്ള കാര്യം പാർട്ടി മറന്നുപോവുകയാണ്. അതുപോലെ തന്നെ EP ജയരാജന്റെ മറ്റുള്ള സാമ്പത്തിക ഇടപാടുകളെ കുറിച്ചിട്ടുള്ള ദുരൂഹതകളിലൊക്കെ ഇപ്പോഴും നിലനിൽക്കുകയാണ്. ഒരു വെളപ്പായ സതീശനെ ഓർമ്മയുണ്ടോ? മഞ്ജുഷിന് ഓർമ്മയുണ്ടാകും. ഈ വെളപ്പായ സതീശനെ കണക്ട് ചെയ്തുകൊണ്ട് ശൈലജ ടീച്ചറെയും EP ജയരാജനെയും ബന്ധപ്പെടുത്തിക്കൊണ്ട് ഒരു ഡ്രൈവർ വിളിച്ചു പറഞ്ഞ കാര്യത്തെ കുറിച്ചിട്ട് എന്തുകൊണ്ട് പാർട്ടി അതൊക്കെ വെറുതെ മാധ്യമങ്ങൾ പെരുപ്പിച്ച് കാണിക്കുന്നതാണ് എന്ന് പറഞ്ഞുകൊണ്ട് പ്രതിരോധം തീർക്കുകയായിരുന്നു അന്നൊക്കെ ന്യായീകരിക്കുന്ന ആളുകൾ. പക്ഷേ ഇപ്പോൾ ഡിവൈഎഫ്ഐയുടെ ജില്ലാ സെക്രട്ടറി തന്നെ ഇത് പറയുമ്പോൾ എന്ത് പറയാൻ കഴിയും? ശ്രീ റെജി ലൂക്കോസ് എന്ത് മറുപടിയാണ് ഇക്കാര്യത്തിൽ ഉള്ളത്? അദ്ദേഹത്തെ അവിശ്വസിക്കേണ്ട കാര്യമില്ലല്ലോ, ഡിവൈഎഫ്ഐയുടെ ജില്ലാ സെക്രട്ടറിയെ. നിങ്ങളൊന്ന് മനസ്സിലാക്കേണ്ടത്, അദ്ദേഹം പറഞ്ഞത് 5 വർഷങ്ങൾക്ക് മുമ്പ് ഒരു സുഹൃത്തുമായിട്ടുള്ള സംഭാഷണത്തിനകത്ത് അദ്ദേഹം പറയുന്നു. ഇന്ന് അദ്ദേഹം അതിനുശേഷം പറഞ്ഞു ഇത് മാനിപ്പുലേറ്റ് ചെയ്താന്ന് പറയുന്നു. അതെന്തേലും ആട്ടെ. അതിലുപരിയായിട്ട് ഈ MK കണ്ണൻ എന്ന് പറയുന്ന സഖാവിനെയും മൊയ്തീൻ എന്ന് പറയുന്ന മുൻ മന്ത്രിയെയും ഈ ED കരുവന്നൂർ കേസുമായിട്ട് ബന്ധപ്പെട്ട് ചോദ്യം ചെയ്യുകയും മൊയ്തീൻ സഖാവിന്റെ വീട്ടിൽ
അപ്രതീക്ഷിതമായിട്ട് റെയ്ഡ് നടത്തി അദ്ദേഹത്തിന്റെ അക്കൗണ്ടിൽ കണ്ടെത്തിയത് അദ്ദേഹത്തിന്റെ മകന്റെ ഭാര്യയുടെയും അടക്കം ഉള്ള അക്കൗണ്ടിൽ, സംയുക്ത അക്കൗണ്ടിൽ ആകെ കണ്ടെത്തിയത് 23 ലക്ഷം രൂപയാണ്. ഒന്നും അല്ലെങ്കിൽ 5 വർഷം അദ്ദേഹം മന്ത്രിയായിരുന്നു. എം കെ കണ്ണനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം പറഞ്ഞു, എന്റെ ഏതെങ്കിലും അക്കൗണ്ടിൽ 1 രൂപ ഉണ്ടെന്നുണ്ടെങ്കിൽ കാണിച്ചു തന്നെ രാഷ്ട്രീയം അവസാനിപ്പിക്കാന്ന് പറഞ്ഞു. ഇതെല്ലാം അസംബന്ധമായ ആരോപണങ്ങളല്ലേ? ഇങ്ങനെയൊക്കെ പൊതുപ്രവർത്തകരെ കുറിച്ച് എന്ത് പറയാം? ഈ ചെറുപ്പക്കാരനെ സംബന്ധിച്ചോളം അയാൾ തന്നെ പറയുന്നു ഇത് മാനിപ്പുലേറ്റഡാന്ന് പറയുന്നു. എന്ത് കാരണമാണ് അവർ കാണിക്കുന്നത്? ഇപ്പൊ എം കെ കണ്ണന്റെ ഒരുപാട് ഡീൽ നടത്തി ഇത്ര രൂപ വാങ്ങി, തെളിവ് കൊടുക്കട്ടെ. അല്ലെങ്കിൽ ഇപ്പൊ മൊയ്തീൻ സഖാവ് ഇത്ര രൂപ ഡീൽ ചെയ്തു, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു കാര്യങ്ങൾ ചെയ്തു കൊടുത്തു, അതിന് തെളിവ് വരട്ടെ. അങ്ങനെ കാണിക്കുമ്പോഴല്ലേ ഇവരൊക്കെ തെറ്റുകാരാണല്ലോ നമുക്ക് റജി, അതിനകത്ത് പ്രശ്നം എന്ന് പറയുന്നത് പാർട്ടിയിലെ തന്നെ പ്രധാനപ്പെട്ട ഒരു നേതാവാണ് ഇത് പറഞ്ഞത്. അത് രഹസ്യമായിട്ട് പാർട്ടിയിലെ തന്നെ അദ്ദേഹത്തിന് ഒരു ശത്രു അത് റെക്കോർഡ് ചെയ്തു. പിന്നീട് ഒരു അവസരം വന്നപ്പോൾ അത് വെളിയിൽ വിടുന്നു എന്നേ മനസ്സിലാക്കിയാൽ മതി. അപ്പോൾ നിഷ്കളങ്കമായിട്ട് പറഞ്ഞ കാര്യങ്ങളാണിത്. ഒന്നുകിൽ ഈ പാർട്ടിയുടെ പോക്കിൽ മടുത്തിട്ട് പറഞ്ഞ കാര്യങ്ങൾ ഈ നേതാക്കളൊക്കെ, അല്ലെങ്കിൽ പാർട്ടിയിൽ ഇങ്ങനെയാണ് നടക്കുന്നത് എന്ന് നിബിനോട് ഈ ശരത് പ്രസാദ് പറയുകയാണ്. അത്രയേ ഉള്ളൂ. ആ കാര്യം, ആ ശബ്ദം മുഴുവൻ കേട്ടാൽ നമുക്കറിയാം. അല്ലാതെ ഒരാളെ കൊടുക്കാൻ വേണ്ടി പറയുന്നതോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമല്ല. പക്ഷെ മറ്റേയാൾ അത് റെക്കോർഡ് ചെയ്തു. അതിപ്പോൾ അവസരം വന്നപ്പോൾ അത് ലീക്ക് ചെയ്തു. അതാണ് സംഭവിച്ചത്. പക്ഷെ ആ പറഞ്ഞ കാര്യങ്ങൾ അവിശ്വസിക്കേണ്ട കാര്യമില്ല. ശരത് പ്രസാദിന് തൃശ്ശൂർ ജില്ലയിലെ പാർട്ടി സഖാക്കളെ നന്നായിട്ട് അറിയാവുന്നയാളാണല്ലോ, എം കെ കണ്ണനെയും AC മൊയ്തീനെയും ഒക്കെ. അപ്പോൾ അവർ ഈ രീതിയിൽ പണം ഉണ്ടാക്കിയിട്ടുണ്ട് എന്ന്, അപ്പർ ക്ലാസ് ഡീലുകൾ നടത്തിയിട്ടുണ്ട് എന്ന് പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറി പറയുമ്പോൾ അത് മറ്റാരുടെയും തലയിൽ കെട്ടിവെച്ചിട്ട് കാര്യമില്ല. പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറി അല്ല, ഡിവൈഎഫ്ഐയുടെ യുവജന പ്രസ്ഥാനത്തിന്റെ ജില്ലാ സെക്രട്ടറി അല്ല. അതിന് മറുപടി പറയേണ്ടത് ആ ചെറുപ്പക്കാരൻ ശരത് പ്രസാദ് മറുപടി പറയണ്ടേ. അദ്ദേഹത്തിന്റെ എന്ത് തെളിവാണ്? അദ്ദേഹം ആരെങ്കിലുമായിട്ട് സംസാരിച്ചപ്പോൾ ഈ രീതിയിൽ അദ്ദേഹത്തിന് വായിന്ന് വന്നു കാണുമായിരിക്കും. ഒരുപക്ഷെ മറ്റെന്തെങ്കിലും സംഭവം എന്താ മറ്റെന്തെങ്കിലും കാര്യത്തിന്റെ പേരിലായിരിക്കും. ആർക്കും ആക്ഷേപിക്കുന്ന ഒരു സമൂഹമായിട്ട് മാറിക്കഴിഞ്ഞപ്പോൾ ഒരു ഫോണും കൈ പിടിച്ചുകൊണ്ട് പിന്നെ അത് ആരെങ്കിലും സംശയിക്കുക, തമാശയ്ക്ക് പറയുന്ന കാര്യങ്ങൾ പോലും റെക്കോർഡ് ചെയ്യുക, എന്നിട്ട് അത് കൃത്യസമയത്ത് റിലീസ്. ഇവിടെ ഇപ്പൊ എന്താ സംഭവിച്ചിരിക്കുന്നത്? ഇവിടെ ഇപ്പൊ PK പ്രൊഫസറിനെതിരെ വന്നിരിക്കുന്ന ആരോപണങ്ങൾ എത്ര ഭീകരമായ ആരോപണങ്ങളാണ്, അവിശ്വസനീയവും അത്ഭുതകരമായിട്ടുള്ള ആരോപണങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത്. ഇവിടെ നമ്മുടെ രാഹുൽ മാങ്കൂട്ടത്തിനെ കുറിച്ച് മുഖം നഷ്ടപ്പെട്ടിരിക്കുകയാണ് രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്. അപ്പൊ ആ സമയത്ത് ഇതെല്ലാം പുറത്തു വരും. ഇത്തരം പച്ച നുണകളൊക്കെ പുറത്തു വരും. ഇതിനെയൊക്കെ വളരെ പുച്ഛത്തോടുകൂടിയേ കാണാൻ പറ്റത്തുള്ളൂ. കേരള പൊതുസമൂഹം ഇതിനെ ഒരിക്കലും അംഗീകരിക്കുന്നില്ല. കാരണം സംശുദ്ധ രാഷ്ട്രീയം നയിച്ച് നൂറ്റാണ്ടിലേറെ ജനങ്ങളോടൊപ്പം പ്രവർത്തിക്കുന്ന രാഷ്ട്രീയ നേതാക്കളുടെ പേര് പറഞ്ഞുകൊണ്ട് സംശയത്തിന് നിഴലാക്കുന്നവര് ചെയ്യുന്നത് ആ പ്രസ്ഥാനത്തോടുള്ള കൂറില്ലായ്മയാണ്. ശരി, അത് ശ്രദ്ധിക്കേണ്ടതായിരുന്നു. ഈ പ്രസ്ഥാനത്തെ ചതിക്കരുതായിരുന്നു. പ്രസ്ഥാനത്തെ മനഃപൂർവ്വമായിരിക്കില്ല, അത് റെക്കോർഡ് ചെയ്യപ്പെട്ടു പോയി. അതുകൊണ്ടായിരിക്കാം അങ്ങനെ ഒരു പ്രശ്നമുണ്ടായത്. ശ്രീ അഖിൽ രവീന്ദ്രൻ, BJP. ശ്രീ അഖിൽ, ഇവിടെ കേന്ദ്ര ഏജൻസികൾ തലങ്ങും വിലങ്ങും കരുവന്നൂർ കേസ് അന്വേഷിച്ചതാണ്, ഒന്നും കണ്ടെത്തിയില്ല. അപ്പോൾ ഈ പാർട്ടിയുടെ യുവജന നേതാവ് ഇങ്ങനെ പറയുമ്പോഴും ഈ ഡിഫൻസ് എടുക്കുന്നത് ഈ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടാണ്. അത് MK കണ്ണനും പറയുന്നുണ്ടായിരുന്നു, 1 രൂപ പോലും എൻ്റെ അക്കൗണ്ടിലില്ല, കേന്ദ്ര ഏജൻസികൾ പരിശോധിച്ചതാണല്ലോ, ചോദ്യം ചെയ്തതാണല്ലോ, ഒന്നും കണ്ടെത്തിയിട്ടില്ലല്ലോ എന്ന്. അവിടെ മറ്റൊരു കാര്യം കൂടി വരുന്നുണ്ട്. അന്നൊരാക്ഷേപം ഉണ്ടായതാണ് ഈ കേന്ദ്ര ഏജൻസികൾ ഡീലിങ്സിൻ്റെ ഭാഗമായി ഇവരെ സഹായിക്കുന്നുവെന്ന്. അതും പറയാമല്ലോ. അങ്ങനെയുള്ള ആരോപണം ഇനി പൊടി തട്ടിയെടുക്കാമല്ലോ വേണമെങ്കിൽ. കാരണം യുവജന നേതാവ് തന്നെ, DYFIയുടെ നേതാവ് തന്നെ പറയുകയാണ് ഇവർക്കെല്ലാം വലിയ ബന്ധങ്ങളുണ്ട്, വലിയ സാമ്പത്തിക ഇടപാടുകളുണ്ട്, സാമ്പത്തിക ഉയർച്ചയുണ്ട് എന്ന്. നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് കേവലം കരുവന്നൂർ ബാങ്ക് തട്ടിപ്പുമായി ബന്ധപ്പെട്ടിട്ടുള്ള അന്വേഷണം, അത് അന്വേഷണത്തിന്റെ പരിധിയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൽ ബന്ധപ്പെട്ടിട്ടുള്ള CPMന്റെ സഖാക്കന്മാരായിട്ടുള്ള നേതാക്കന്മാരെ കുറിച്ചും അവരുടെ അക്കൗണ്ടുകളെ കുറിച്ചും അവർ നടത്തിയിരിക്കുന്ന അഴിമതികളെ കുറിച്ചും ബാങ്കുകൾ പൂട്ടിച്ചുകൊണ്ട്, ബാങ്കുകൾ പൊട്ടിച്ചുകൊണ്ട് AC മൊയ്തീന്റെയും MK കണ്ണന്റെയും നേതൃത്വത്തിലുള്ള അച്ചുതണ്ട് തൃശൂർ ജില്ലയിലെ 7ഓളം ബാങ്കുകൾ, 7ഓളം കോപ്പറേറ്റീവ് ബാങ്കുകൾ മനഃപൂർവ്വം പൊട്ടിച്ചുകൊണ്ട് വലിയ സാമ്പത്തിക നേട്ടങ്ങൾ കൈകാര്യം ചെയ്യാൻ വേണ്ടിയിട്ട് വലിയ രീതിയിലുള്ള ഡീലിങ്ങുകൾ നടത്താൻ വേണ്ടിയിട്ടുള്ള പരിശ്രമം ഈ CPM നേതാക്കന്മാരുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ട്. ഇത് DYFIയുടെ ഒരു ജില്ലാ സെക്രട്ടറിക്ക് മാത്രമുള്ള അഭിപ്രായമല്ല. കേരളത്തിലെ സാധാരണക്കാരായിട്ടുള്ള കമ്മ്യൂണിസ്റ്റ് സഖാക്കന്മാർക്ക് അവരുടെയൊക്കെ പ്രവർത്തകരുടെ അനുഭവവും അവരുടെയൊക്കെ നേതാക്കന്മാരുടെ ഈ അഴിമതിയും കഴിഞ്ഞ 9 വർഷക്കാലമായി ഈ കേരളം ഭരിക്കുന്ന CPMന്റെ നേതാക്കന്മാരും ഭരണപക്ഷ നേതാക്കന്മാരും നടത്തിയിരിക്കുന്ന അഴിമതികൾ, അവർ നടത്തിയിരിക്കുന്ന ഡീലുകൾ, അവർ നടത്തിയിരിക്കുന്ന ഏജന്റ് പണി, ഇതൊക്കെ കേരളത്തിലെ പൊതുസമൂഹവും സഖാക്കന്മാരും ഇപ്പൊ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇത് കേവലം ഒരു ഗ്രൂപ്പിൽ വന്ന ഒരു വോയിസിന്റെ പേരിൽ മാത്രം ചർച്ച ചെയ്യപ്പെടേണ്ട വിഷയമല്ല.
കേരളത്തിലെ CPM-ന്റെ നേതാക്കന്മാർക്ക് ഇത്തരത്തിൽ കോടിക്കണക്കിന് രൂപയുടെ സാമ്പത്തിക സ്രോതസ് അവരെങ്ങനെ സമ്പാദിച്ചു, അവരെങ്ങനെയാണ് ഒരു സാധാരണക്കാരായി ജീവിച്ചു വന്നിരുന്ന നേതാക്കന്മാര് 5 വർഷം കഴിയുമ്പോൾ അല്ലെങ്കിൽ 7 വർഷം കഴിയുമ്പോൾ കോടിക്കണക്കിന് രൂപയുടെ സമ്പത്ത് സ്വായത്തമാക്കുന്ന തരത്തിലേക്ക് അവരുടെ പ്രവർത്തനങ്ങൾ മാറുന്നു. കള്ള വോട്ട് നടത്തുന്ന ആളുകൾ, അതോടൊപ്പം തന്നെ കച്ചവടം നടത്തുന്ന ആളുകൾ, ഭൂമി മാഫിയകൾ, ഇത്തരത്തിലുള്ള ഡീലിങ്ങുകൾ നടക്കുന്നു. അതോടൊപ്പം തന്നെ ഈ കേരളത്തിലെ ഇപ്പോ നമുക്കറിയാം കോട്ടയം ജില്ലയില് CPM-ന്റെ ഒരു നേതാവിനെ അറസ്റ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നു. വഴിയോര കച്ചവട സംഘത്തിന്റെ യൂണിയന്റെ സംസ്ഥാന സെക്രട്ടറി, CI2-ന്റെ ജില്ലാ കമ്മിറ്റി അംഗം മുകേഷ് മുരളി എന്ന് പറയുന്ന കോട്ടയം സ്വദേശി, ചെറക്കടവ് സ്വദേശി എന്തിനാണ് അറസ്റ്റ് ചെയ്തത്? അനധികൃത സ്വത്തും അതോടൊപ്പം തന്നെ ഈ ബ്ലേഡ് മാഫിയയുടെ സംഘ തലവനായി പ്രവർത്തിക്കുന്നു കോട്ടയം ജില്ലയിൽ. പക്ഷെ ഇവർ ഈ കരുവന്നൂർ വിഷയത്തിൽ ഇവരെയൊക്കെ ചോദ്യം ചെയ്തതാണ് കേട്ടോ. കേന്ദ്ര ഏജൻസികൾ ചോദ്യം ചെയ്തതാണ്, പക്ഷെ ഒന്നും കണ്ടെത്തിയിട്ടില്ല. കേന്ദ്ര ഏജൻസികളുടെ ചോദ്യവും കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണവും അത് തുടർ പ്രക്രിയയായി നടന്നുകൊണ്ടിരിക്കുന്നു. ഒന്നും കണ്ടുപിടിച്ചിട്ടില്ല എന്നുള്ളത് MK കണ്ണന്റെയോ CPM നേതാവിന്റെയോ അല്ലെങ്കിൽ CPM നേതാക്കളുടെയോ അഭിപ്രായമല്ലല്ലോ വരേണ്ടത്. ഏജൻസികളുടെ അന്വേഷണം അത് കൃത്യമായി നടക്കുന്നു. ഞങ്ങൾ കരുവന്നൂർ സേവ് കരുവന്നൂർ എന്ന പ്രകടനവും അതോടൊപ്പം തന്നെ പൊതുസമ്മേളനവും ഞങ്ങൾ നടത്തിയപ്പോൾ, ഭാരതീയ ജനതാ പാർട്ടി സുരേഷ് ഗോപിയുടെ നേതൃത്വത്തിൽ തൃശ്ശൂർ നടത്തിയപ്പോൾ വളരെ വ്യക്തമായി പറഞ്ഞു, AC മൊയ്തീന്റെയും MK കണ്ണന്റെയും നേതൃത്വത്തിലുള്ള അച്ചുതണ്ട് ഈ ബാങ്ക് പൂട്ടിച്ചുകൊണ്ട് ഈ ബാങ്കിന്റെ പേരിൽ നടത്തിയിരിക്കുന്ന കൊള്ള, ഈ ബാങ്കിന്റെ പേരിൽ നടത്തിയിരിക്കുന്ന അഴിമതി അത് പുറത്തു കൊണ്ടുവരണം, കൃത്യമായ അന്വേഷണം നടക്കണം. ആ അന്വേഷണം കൃത്യമായി നടക്കുന്നു. അതിന്റെ തെളിവ് കേവലം കോടിക്കണക്കിന് രൂപയുടെ അഴിമതിയാണ് അവിടെ നടത്തിയിട്ടുള്ളത്. വയലുകളും അതോടൊപ്പം തന്നെ വില ഇല്ലാത്ത ഭൂമികൾക്ക് കോടിക്കണക്കിന് രൂപകൾ ലോൺ കൊടുത്തുകൊണ്ട് ഏജന്റുമാരെ പോലെ കമ്മീഷൻ പറ്റുന്ന ആളുകളെ പോലെ പ്രവർത്തിച്ച CPM നേതാക്കന്മാരാണ് തൃശ്ശൂരുള്ളത്. ഇത് കേവലം നേരത്തെ റെജി ലൂക്കോസ് പറഞ്ഞ കാര്യം ഇതിനുള്ള തെളിവ് ഇപ്പോൾ MK കണ്ണനും AC മൊയ്തീനുമെതിരെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറയുമ്പോൾ അതിനുള്ള തെളിവ് ഈ യുവ നേതാവ് കൊണ്ടുവരണമെന്നാണ്, DYFIയുടെ ജില്ലാ സെക്രട്ടറിയായ ശരത് പ്രസാദ് കൊണ്ടുവരണമെന്നാണ്. പക്ഷെ അത് അങ്ങോട്ട് മനസ്സിലാവുന്നില്ല. അദ്ദേഹം എന്തിനാണ് ഇത് തെളിവ് കൊണ്ടുവരുന്നത്? ഇത് ഈ സമയം വരെ പാർട്ടിയെ പ്രതിരോധിച്ചിട്ടുള്ള ആളാണ്, പാർട്ടിക്ക് അനുകൂലമായി നിന്നയാളാണ്, കരുവന്നൂർ വിഷയത്തിൽ പാർട്ടിക്ക് അനുകൂലമായി സംസാരിച്ചു കൊണ്ടിരുന്നയാളാണ്. MK കണ്ണനും AC മൊയ്തീനും അനുകൂലമായിട്ട് പരസ്യമായിട്ട് പ്രതികരിച്ചിട്ടുള്ളയാളാണ്. അങ്ങനെയുള്ള ഒരാൾ ഇങ്ങനെ ഇത്രയും കാര്യങ്ങൾ രഹസ്യമായിട്ട് പറയുമ്പോൾ, രഹസ്യമായിട്ട് സമ്മതിക്കുമ്പോൾ അതിനി എന്ത് തെളിവാണ് അദ്ദേഹം കൊണ്ടുവരേണ്ടത്? എന്നോടാണോ? അതെ, തീർച്ചയായിട്ടും ഈ ചോദ്യം തന്നെയല്ലേ ഇന്ന് ഉച്ചയ്ക്ക് മുതൽ എല്ലാവരും ചോദിക്കുന്നത്. അബ്ദുൽ ഖാദർ ഇപ്പോഴത്തെ ജില്ലാ സെക്രട്ടറി, എന്റെ നാട്ടുകാരനായിട്ടുള്ള ഗുരുവായൂർകാരനായിട്ടുള്ള അബ്ദുൽ ഖാദർ ചോദിച്ച ചോദ്യം ഇതാണ്. കൂടുതൽ തെളിവുകൾ, ഇനി എന്ത് തെളിവാണ് വേണ്ടത്? പരസ്പരം ഇവിടെ മഞ്ജുഷ ഒരു കാര്യം മനസ്സിലാക്കുക, പാർട്ടി സഖാക്കൾക്കുള്ളിലുള്ള ഇത്തരം ടെലിഫോൺ സംഭാഷണങ്ങൾ മുഴുവൻ ചോർന്നു കഴിഞ്ഞാൽ നമ്മളൊക്കെ ഞെട്ടിത്തെരിക്കുന്ന വിവരങ്ങളാണ് പുറത്തേക്ക് വരിക. ഇതിപ്പോ റെക്കോർഡ് ചെയ്തിട്ടുള്ള ഒരു ഭാഗം മാത്രമാണ് വന്നിരിക്കുന്നത്. ഈ ശരത്ത് ഇത്തരത്തിൽ പലരോടും സംസാരിച്ചിട്ടുള്ളതായിട്ടാണ് തൃശ്ശൂരിൽ നിന്ന് എന്റെ സുഹൃത്തുക്കളൊക്കെ നിന്നോട് വിളിച്ചു പറഞ്ഞിരിക്കുന്നത്. അവരൊക്കെ റെക്കോർഡ് ചെയ്തിട്ടുള്ളതും ശരത്തിനെ പോലുള്ള നേതാക്കന്മാർ പരസ്പരം ഇത്തരത്തിലുള്ള അപച്യുതിയെ കുറിച്ചിട്ടുള്ള വ്യാകുലപ്പെടുന്നവർ തങ്ങളുടേതായിട്ടുള്ള പാർട്ടിയുടെ ഈ പണത്തിന് പുറകെയുള്ള ഓട്ടത്തെക്കുറിച്ച് മറ്റുള്ളവരുമായി ചർച്ച ചെയ്തൊക്കെ റെക്കോർഡ് ചെയ്ത് പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഉണ്ടാവുന്ന ഭവിഷ്യത്ത് ഇതൊന്നും അല്ല. പക്ഷെ അതൊന്നും വരില്ല. കാരണം ഇവിടെ ഈ BJPയുടെ നേതാവ് സംസാരിച്ചിട്ട് ഞാൻ അദ്ദേഹത്തോട് ചോദിക്കട്ടെ, ലോകത്തിലെ എവിടെയാണ് ഒരു പ്രധാനമന്ത്രി വന്നിട്ട് ജനങ്ങൾക്ക് വാക്കു കൊടുത്തിരിക്കുന്നത്? നിങ്ങളുടെ ഒരാളുടെയും പണം പോവില്ല. പറ്റാവുന്ന മലയാളത്തിലാണ് അദ്ദേഹം അത് പറഞ്ഞത്. കരുവന്നൂർ സഹകരണ ബാങ്കിൽ ഒരാളുടെയും പണം പോവില്ല, ഞങ്ങളത് കൃത്യമായി അന്വേഷിച്ചുകൊണ്ട് ഞങ്ങളത് പിടിച്ചെടുത്തുകൊണ്ട് നിങ്ങൾക്ക് ഓരോരുത്തർക്കും വിതരണം ചെയ്യും. എന്റെ 1-2 ബന്ധുക്കളുടെ പൈസ ഈ കരുവന്നൂരിലെ പണം പോയിട്ടുണ്ടായിരുന്നു. ഞാൻ ഇന്ന് അവരോട് ഈ ചർച്ചയ്ക്ക് മുമ്പ് വിളിച്ചു ചോദിച്ചു, നിങ്ങൾക്കൊക്കെ ആ പണം പൂർണ്ണമായിട്ട് തിരിച്ചു കിട്ടിയില്ല. മെയ് മാസത്തെ ഇലക്ഷന് വേണ്ടിയിട്ട് കഴിഞ്ഞ 2025 ഏപ്രിലിൽ ഒരു പ്രധാനമന്ത്രി വന്നിട്ട് നമുക്ക് മറ്റൊക്കെ വിടുക, സുരേഷ് ഗോപി ജാഥ നടത്തിയതും സുരേഷ് ഗോപി നിങ്ങളിപ്പോ ഈ പറഞ്ഞ മാതിരി തന്നെ അതിന് വേണ്ടിയിട്ടുള്ള ക്യാമ്പയിൻ നടത്തിയതൊക്കെ വിടുക. ഒരു പ്രധാനമന്ത്രി ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞിട്ട് ഒരു പ്രധാനമന്ത്രി കീഴിലുള്ള എല്ലാവിധ ഏജൻസികളും അന്വേഷിച്ചിട്ട് എന്താ ഉണ്ടായത്? മൊയ്തീന്റെ സീസ് ചെയ്ത പണം പോലും ഹൈക്കോടതി വിട്ടുകൊടുക്കാൻ പറഞ്ഞ ഹൈക്കോടതിയിൽ ഇരിക്കുന്ന ജഡ്ജിമാര് വിഡ്ഢികളാണോ? മൊയ്തീൻ ഈ പ്രശ്നങ്ങളുമായിട്ട് യാതൊരു ബന്ധവുമില്ലെന്ന് ED നിരത്തിയ വാദങ്ങളിലൂടെ സമർത്ഥിച്ചതിന്റെ പേരിലാണ് എന്റെ പണം വിട്ടു തന്നത് എന്ന് AC മൊയ്തീന്റെ വാദം.
നിങ്ങളെ പോലുള്ളവർക്ക് അംഗീകരിക്കത്തക്ക തോതിലല്ലേ? അതായത് താങ്കൾ പറയുന്നു അവിടെ ഒരു ഡീലിങ്സ് ഉണ്ടായിരുന്നു എന്നാണോ? CPM BJP ഡീലിങ്സ് നടന്നു എന്നുള്ളതാണല്ലോ അന്നത്തെ ഒരു ആരോപണം കൂടിയായിരുന്നുവല്ലോ ഇത്. പക്ഷേ അഖിൽ രവീന്ദ്രൻ പറയുന്നത് അന്വേഷണം നടക്കുന്നു എന്നാണ്. പക്ഷേ അഖിൽ അത് ബോധ്യമാകുന്നില്ല കേട്ടോ. കാരണം പാർട്ടിയുടെ അല്ലെങ്കിൽ ഡിവൈഎഫ്ഐയുടെ ജില്ലാ സെക്രട്ടറിക്ക് പോലും ബോധ്യമുണ്ട് MK കണ്ണനും AC മൊയ്തീനും ഒക്കെ സാമ്പത്തിക നേട്ടം ഉണ്ടാക്കിയെന്ന്. പക്ഷേ കേന്ദ്ര ഏജൻസികൾക്ക് അത് കണ്ടുപിടിക്കുവാൻ കഴിഞ്ഞില്ല എന്നത് അത്ഭുതപ്പെടുത്തുന്ന കാര്യമാണ്. അല്ല, കേന്ദ്ര ഏജൻസികളും പ്രധാനമന്ത്രിയും ഒക്കെ പറഞ്ഞിരിക്കുന്നതും അല്ലെങ്കിൽ കേന്ദ്ര ഏജൻസികൾ അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുന്നതും കേവലം ഒരു വർഷം കൊണ്ടോ ഒരാഴ്ച കൊണ്ടോ ഒരു മാസം കൊണ്ടോ ഒന്നും തന്നെ കണ്ടുപിടിക്കാൻ പറ്റാത്ത തരത്തിലുള്ള കള്ളത്തരങ്ങളും കൊള്ള സംഘവുമാണ് ഈ കരുവന്നൂർ പോലെയുള്ള ബാങ്കുകളിൽ നടത്തിയിട്ടുള്ളത്. അതിന് കൃത്യമായ അന്വേഷണങ്ങൾ വേരുകളിലേക്ക് പോകണം. ആ വേരുകളിലേക്ക് പോകുമ്പോഴാണ് ഇത് ആരുടെയൊക്കെ പേരിലാണ് പ്രോപ്പർട്ടികൾ എടുത്തിട്ടുള്ളത്, ആരുടെയൊക്കെ പേരിലാണ് ലോണുകൾ കൊടുത്തിട്ടുള്ളത്, ആരൊക്കെയാണ് ഈ പണം കൈപ്പറ്റിയിട്ടുള്ളത്, ഇതൊക്കെ കൃത്യമായിട്ട് മനസ്സിലാക്കണം. AC മൊയ്തീനെ വെള്ളപൂശിട്ട് കാര്യമില്ല. AC മൊയ്തീനും CPM-ന്റെ നേതാവായിട്ടുള്ള MK കണ്ണൻ അടക്കമുള്ള ആളുകൾ നടത്തിയിരിക്കും. ഇപ്പോൾ അദ്ദേഹം തന്നെ സൂചിപ്പിച്ചു, പല വോയിസുകളും പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ, CPM നേതാക്കന്മാരുടെയും CPM പ്രവർത്തകരുടെയും വോയിസുകൾ പുറത്തേക്ക് വന്നാൽ നമ്മൾ ഞെട്ടിദ്ധരിക്കുമെന്ന്. ഇതാണ് കേരളത്തിന്റെ അവസ്ഥ. ഇവിടെ കൃത്യമായ അന്വേഷണം നടക്കുമ്പോൾ ആ അന്വേഷണത്തെ അട്ടിമറിക്കുവാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ആ കള്ളസംഘത്തെ സഹായിക്കുന്ന നിലപാടാണ് CPM-ന്റെ ഭരിക്കുന്ന പാർട്ടി കേരളത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇവര് ഈ ഒരു ബാങ്കിൽ നടത്തിയിട്ടുള്ള കരുവന്നൂർ ബാങ്ക് അടക്കമുള്ള ഈ കോപ്പറേറ്റീവ് ബാങ്കുകൾ നടത്തിയിരിക്കുന്ന അഴിമതികൾ നടക്കുമ്പോൾ അത് ജനങ്ങളുടെ പണമാണ്. ആ ജനങ്ങളുടെ പണം കൃത്യമായി അവരിലേക്ക് എത്തണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് അതിന് തെളിവുകൾ കൊടുക്കുവാൻ അവർ അന്വേഷണ ഏജൻസികളെ, കേന്ദ്ര അന്വേഷണ ഏജൻസികളെ സഹായിക്കുന്ന നിലപാട് എന്തുകൊണ്ടാണ് ഈ സർക്കാരുകൾ ഏറ്റെടുക്കാത്തത്? ഈ കേരളത്തിലെ സർക്കാർ ഏറ്റെടുക്കാത്തത്? CPM-ന്റെ നേതൃത്വം ഏറ്റെടുക്കാത്തത്? അപ്പൊ കേരളത്തില് കമ്മ്യൂണിസ്റ്റ് പാർട്ടി നടത്തിയിരിക്കുന്ന കൊള്ള, കമ്മ്യൂണിസ്റ്റ് പാർട്ടി നടത്തിയിരിക്കുന്ന ഈ അനധികൃത സമ്പാദ്യങ്ങൾ, പല കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാക്കന്മാര് നടത്തിയിരിക്കുന്ന ഡീലിങ്, കൊള്ള സംഘം, അതായിട്ടാണ് കേരളത്തിൽ പ്രവർത്തിക്കുന്നത്. ഏജന്റുമാരാകുകയാണ്. സർക്കാരിനും ഈ വലിയ ബിസിനസ് മുതലാളിമാർക്കും അവർക്കിടയിൽ നിന്നുകൊണ്ട് ഡീല് നടത്തിക്കൊണ്ട് ഈ പാർട്ടിയുടെ സമ്പത്ത് വളർത്തിപ്പിക്കാനും അവരുടെ വ്യക്തിപരമായി മുഖ്യമന്ത്രിയുടെ മകൾ മാസപ്പടി മേടിച്ച കഥ വരെ നമ്മുടെ മുമ്പിലുണ്ട്. അതിന്റെ യാഥാർത്ഥ്യം മാധ്യമങ്ങൾ പുറത്തുവിട്ടിട്ടുണ്ട്. അപ്പോ മുഖ്യമന്ത്രിയും മുഖ്യമന്ത്രിയുടെ മകളും കുടുംബാംഗങ്ങളും അടക്കമുള്ള ആളുകൾ ഡീലിംഗ് ഏജന്റുമാരായി പ്രവർത്തിക്കുന്നു. സാമ്പത്തിക സ്രോതസ്സുകൾ കണ്ടുപിടിച്ചുകൊണ്ട് എവിടെ നിന്നാണ് പണം അപഹരിക്കേണ്ടത്, ആരിൽ നിന്നുമാണ് പണം അപഹരിക്കേണ്ടതെന്ന ഒരു അവസ്ഥയിലേക്ക് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ബ്രാഞ്ച് സെക്രട്ടറിമാരടക്കം സംസ്ഥാന ദേശീയ നേതാക്കന്മാർ വരെ മാറിയിരിക്കുന്നു. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഇവിടുത്തെ സാധാരണ പ്രവർത്തകർ, സഖാക്കന്മാര്, കൂലിപ്പണിക്ക് പോകുന്ന ആളുകൾ, അവന്റെ കഷ്ടപ്പാടുകളിൽ നിന്നുകൊണ്ട് അവൻ ഈ പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിക്കുമ്പോൾ അവനെ നശിപ്പിക്കുന്ന, അവനെ വഞ്ചിക്കുന്ന നിലപാടുമായിട്ടാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി. ശ്രീ MK ഹരിദാസ് പറഞ്ഞ കാര്യം, റെക്കോർഡുകൾ ഇനിയും ഉണ്ടാവും, അത് പുറത്തു വന്നു കഴിഞ്ഞാൽ പാർട്ടിയുടെ മുഖം വീണ്ടും വികൃതമാവും എന്നാണ്. അതായത് ഇതൊരൊറ്റ സാമ്പത്തിക ഡീലിംഗ്സിന്റെ കാര്യം മാത്രമാണ് പറഞ്ഞിട്ടുള്ളത്. ഇപ്പോൾ അതിൽ തന്നെ ഇദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ MK കണ്ണനെ കുറിച്ച്, അതുപോലെ തന്നെ AC മൊയ്തീനെ കുറിച്ച്, പിന്നെ ഒരു വർഗീസ് കണ്ടംകുളത്തി, സേവിയർ കാട, ഇവരുടെയൊക്കെ പേരൊക്കെ നേരത്തെ തന്നെ ഉയർന്നു വന്നതാണ്. അത് തന്നെയാണ് ഈ പറയുന്ന ശരത് പ്രസാദും പറഞ്ഞിരിക്കുന്നത്. അല്ല മഞ്ജുഷ, ഉറച്ച ചോദ്യം. MK കണ്ണന് ജാമ്യം കൊടുത്തുകൊണ്ട്, മാസങ്ങളോളം തടവിലിട്ട MK കണ്ണന് ജാമ്യം കൊടുത്തുകൊണ്ട് ബഹുമാനപ്പെട്ട ഹൈക്കോടതി നിർദ്ദേശം പറഞ്ഞതെന്താണ്? നിങ്ങൾ എന്തിനാണ് ഈ മനുഷ്യനെ ജയിലിലിട്ടിരിക്കുന്നത്? എന്തിനാണ് നിങ്ങൾ തടവിലിട്ടിരിക്കുന്നത്? എന്തിനാണ് നിങ്ങൾ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്? 1 രൂപയുടെ അഴിമതിയോ കള്ളപ്പണമോ അല്ല മറ്റു തരത്തിലുള്ള കൃത്രിമാർഗത്തിലൂടെ ഒന്നും കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല ഇത്രയും നാളായിട്ട്. ഇവര് കൊടുത്ത അഫിഡവിറ്റ് തന്നെ പറയുന്നു അദ്ദേഹത്തിന്റെ പേരിൽ ഒരു പൈസ പോലും കണ്ടെത്താൻ പറ്റിയിട്ടില്ലെന്ന് പറഞ്ഞു. ഇതല്ലേ ജനാധിപത്യത്തിൽ നിയമവ്യവസ്ഥ പാലിക്കുന്ന ഏതൊരു ഗവൺമെന്റിനും അല്ലെങ്കിൽ ഏതൊരു അന്വേഷണ ഏജൻസിക്കും അതിന്റെ ബാലപാഠങ്ങൾ അറിയാവുന്നവർക്ക് പറയാൻ പറ്റത്തുള്ളൂ എന്തുകൊണ്ട് അത് സംഭവിച്ചു. ഹൈക്കോടതി അങ്ങനെയല്ലേ അദ്ദേഹത്തിന് ദീർഘകാലത്തിന് ശേഷം ജാമ്യം കൊടുത്തത്. AC മൊയ്തീനെ അറസ്റ്റ് ചെയ്യാൻ എന്തെല്ലാം ശ്രമം നടത്തി? ഇവർക്ക് ചെയ്യാൻ പറ്റിയോ? ഇനി കരുവന്നൂർ ബാങ്കിലേക്ക് വരാം. കരുവന്നൂർ ബാങ്ക് എന്ന് പറയുന്ന ബാങ്ക്, അവിടെ തട്ടിരിക്കുന്ന ഈ കോടിക്കണക്കിന് രൂപ അവിടുത്തെ 4 ഉദ്യോഗസ്ഥന്മാരുടെ നേതൃത്വത്തിലാണ്. അതിലൊരു ഉദ്യോഗസ്ഥനെ തങ്ങളുടെ പക്ഷത്താക്കിക്കൊണ്ട് ED അയാൾ മറ്റുള്ളവർക്ക് ആണെന്ന് പറഞ്ഞ് ചാർത്തി കൊടുത്തതിനെ കുറിച്ച് കോടതി വിമർശിച്ചു. ഇന്ന് അയാൾ പ്രതിപ്പട്ടിയിലേക്ക് വന്നിരിക്കുകയാണ്. 105 കോടി രൂപ കേരള ബാങ്ക് ഉൾപ്പെടെയുള്ള കൺസോർഷ്യത്തിൽ നിന്നും ബഹുമാനപ്പെട്ട മന്ത്രി VN വാസവത്തിന്റെ നേതൃത്വത്തിൽ 105 കോടി രൂപ ഈ പാവപ്പെട്ട സഹകാരികൾക്ക് തിരിച്ചു കൊടുത്തിട്ടുണ്ട്. കേരളത്തിൽ 212 ബാങ്കുകളെ കുറിച്ച് ആരോപണം വന്നു, സഹകരണ ബാങ്കുകളെ കുറിച്ച്. അതിൽ 162 ബാങ്കുകളിലും ഈ തട്ടിപ്പ് നടന്നത് കോൺഗ്രസ് ഭരിക്കുന്ന 40ഓളം ബാങ്കുകൾ ഏതാണ്ട് CPM ഭരിക്കുന്നുണ്ട്.
ഇത് താങ്കൾ പറയുന്നത് കേട്ടതൊന്നും കരുവന്നൂരിൽ ഒന്നും സംഭവിച്ചിട്ടില്ല എന്ന്. കരുവന്നൂരിൽ ഒന്നും സംഭവിച്ചിട്ടില്ല, അന്വേഷണത്തിൽ ഒന്നും കണ്ടെത്തിയിട്ടില്ല എന്നൊക്കെ താങ്കൾ പറയുമ്പോൾ ഈ പറയുന്ന ശരത് പ്രസാദ് തന്നെ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കും. അത് കരുവന്നൂരിൽ മാത്രം ഒതുക്കി നിർത്തേണ്ട കാര്യമില്ല. CPM നേതാക്കൾ ഒരു ഘട്ടം കഴിഞ്ഞാൽ സാമ്പത്തികമായി ലെവൽ മാറും. ഇത് പറയുന്ന മറ്റാരുമല്ല, DYFIയുടെ തൃശ്ശൂർ ജില്ലാ സെക്രട്ടറിയാണ്. ഏരിയ സെക്രട്ടറിക്ക് പരമാവധി 10,000 രൂപയാണ് പിരിവ് നടത്തിയാൽ മാസം കിട്ടുന്നത്. ജില്ലാ ഭാരവാഹിയായാൽ അത് 25,000-ന് മുകളിലാകും. പാർട്ടി കമ്മിറ്റിയിൽ വരികയാണെങ്കിൽ 75,000 മുതൽ 1 ലക്ഷം രൂപ വരെയാകും പിരിവ്. സാമ്പത്തിക നിലവാരത്തിനനുസരിച്ചാണ് പിന്നീടുള്ള നമ്മുടെ ജീവിതം. ഇതാണ് ശരത് പ്രസാദ് പറയുന്നത്. CPMന്റെ ജില്ലാ ലീഡർഷിപ്പിലുള്ള ആർക്കും സാമ്പത്തികമായി ഒരു പ്രശ്നവുമില്ല. നേതാക്കളുടെ ഒരു ഘട്ടം കഴിഞ്ഞാൽ അവരുടെ ലെവൽ മാറുന്നു. പണം പിരിക്കാൻ ജില്ലാ കമ്മിറ്റി അംഗങ്ങൾക്ക് എളുപ്പമാണ്. CPM നേതാക്കൾ അവരവരുടെ കാര്യം നോക്കാൻ മിടുക്കന്മാരാണ്. MK കണ്ണന്, താങ്കൾ ഈ പറയുന്ന MK കണ്ണന് കോടാനുകോടി സ്വത്ത്, കപ്പലണ്ടി കച്ചവടം ചെയ്ത കണ്ണേട്ടൻ രാഷ്ട്രീയം കൊണ്ടാണ് രക്ഷപ്പെട്ടത്. അത്ര വലിയ ഡീലിങ്സ് ആണ് അവരൊക്കെ നടത്തുന്നത്. KKR, സേവ്യർ, രാമചന്ദ്രൻ, AC മൊയ്തീൻ ഒന്നും നിസാര ആളുകളല്ല. ജില്ലയിലെ അത്ര വലിയ അപ്പർ ക്ലാസ് ആളുകളുമായി ബന്ധങ്ങളാണ് AC മൊയ്തീൻ ഉള്ളത്. ഇതാണ് പ്രധാനപ്പെട്ടതുള്ളത്. പിന്നെ കുറച്ച് കാര്യങ്ങൾ. വർഗീസ് കണ്ടൻകുളത്തി നിസാര ഡീലിംഗ് ആണോ നടത്തുന്നത്? അനൂപ് കാട, AC മൊയ്തീനൊക്കെ വലിയ ഡീലിംഗ് നടത്തുന്നു. ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് പറയുന്നത്. ഇതിപ്പോൾ ഈ കരുവന്നൂരിൽ ഒന്നും സംഭവിച്ചിട്ടില്ല, അവിടെ നിക്ഷേപകർക്ക് പണം തിരികെ നൽകുന്നുണ്ട് എന്നൊക്കെ പറയുമ്പോഴും ഈ ശബ്ദം ആരുടേതാണെന്നുള്ള കാര്യം കൂടി ശ്രദ്ധിക്കേണ്ടതുണ്ട്. അത് DYFIയുടെ ജില്ലാ സെക്രട്ടറിയുടേതാണ്. ആ ഒരൊറ്റ കാര്യം മതി ഇതിലെ വിശ്വാസ്യത കൂടാൻ. ഇല്ല, കേരളത്തിലെ ജനങ്ങൾ വിശ്വസിക്കുന്നില്ല. കാരണം എന്താ അറിയോ, ഇപ്പോൾ പരിഷ്കൃത കേരള സമൂഹത്തിന് നാണക്കേടുള്ള ഒരു നിർവചനമാണ് ഇപ്പോൾ നടത്തിക്കൊണ്ട്. എന്താ അറിയോ, ഒരു CPM പ്രവർത്തകന് ഒരു കാരണവശാലും ജീവിതത്തിൽ രക്ഷപ്പെടാൻ പാടില്ല. അവന്റെ മക്കൾക്ക് വിദ്യാഭ്യാസം കൊടുക്കാൻ പാടില്ല. അവന്റെ മക്കൾക്ക് ഉന്നത വിദ്യാഭ്യാസത്തിലൂടെ ജീവിത സൗകര്യങ്ങൾ ഉയർത്താൻ പാടില്ല എന്നുള്ള ഇവരുടെ ചെറിയ മനസ്സിന്റെ നിർവചനങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഒരു CPM പ്രവർത്തന മക്കൾ പഠിച്ച് മിടുക്കരായി അവർ വിദേശങ്ങളിലോ അല്ലെങ്കിൽ നാട്ടിലൊക്കെ വ്യവസായമൊക്കെ നടത്തി അല്ലെങ്കിൽ ജോലി ചെയ്ത് അവർ സാമ്പത്തികമായി ഉന്നതങ്ങളിലേക്ക് പോകുന്നവര് ഈ CPM നേതാവിനെ കുറ്റമാണെന്നോ? അങ്ങനെയൊന്നും പറയാറില്ല. അല്ലല്ല, അങ്ങനെ നേരായ രീതിയിൽ ജീവിക്കുന്നവരെ കുറിച്ചൊന്നും ഒരിക്കലും പറയാറില്ല. പല ഞാൻ സംസാരിക്കും മാത്രമാണ് ഇവരിലാണ് ഇവരുടെ BJPയുടെ സുഹൃത്തിന്റെ പാർട്ടിയല്ലേ ഇവരെ കുറിച്ചാണ് അധികാരത്തിലെത്താത്ത ഇവരാണ് കേരളത്തിലെ കോടീശ്വരന്മാര്. ഇവരുടെ പാർട്ടി യൂണിയന്റെ സംസ്ഥാന സെക്രട്ടറി ആയിട്ടുള്ള മുകേഷ് മുരളി എന്ന് പറയുന്ന ആളെ നിങ്ങൾക്കറിയാമോ? അയാളെ എന്തിനാണ് അറസ്റ്റ് ചെയ്തത്? താങ്കളൊന്ന് പറയൂ. കോട്ടയംകാരനല്ലേ അങ്ങ്? ഇതിനെ കുറിച്ച് മുമ്പ് എന്തായിരുന്നു ശരി, റജി കോട്ടയത്തെ ഒരു നേതാവിനെ കുറിച്ചാണ് അദ്ദേഹം ചോദിക്കുന്നത്. താങ്കൾ കോട്ടയംകാരനായതുകൊണ്ടാണ് ആ ചോദ്യം ചോദിച്ചത്. ശരി, അഖിൽ മനസ്സിലായി. റജി അതിനുള്ള മറുപടി ഒരു കോട്ടയംകാരനെ കുറിച്ചാണ്. ഞാൻ പറഞ്ഞ മറുപടികൾ കൃത്യമാണ്. അല്ലാ സാർ പറഞ്ഞ 1-2 ആരോപണങ്ങളുണ്ട്. അതിന് ഞാൻ മറുപടി പറയുമ്പോഴത്തേക്ക് ഇദ്ദേഹത്തിന് ഇടപെടുന്നത് അതിന് മറുപടി പറയുന്നില്ല എന്നാണ് അഖിൽ. അതിനുള്ള മറുപടി അദ്ദേഹം പറയുന്നില്ല. അദ്ദേഹം MK ഹരിദാസ് ചില കാര്യങ്ങൾ പറഞ്ഞിരുന്നു, അതിനുള്ള മറുപടിയാണ് നൽകുന്നത്. ശരി, കോട്ടയം ജില്ലയിലെ ആരുടെ പണമായിരുന്നു ഈ മുകേഷ് മുരളിയെ പോലെയുള്ള ബ്ലേഡ് മാഫിയ സംഘം CPMന്റെ നേതൃത്വത്തിൽ CPMന്റെ ഉത്തരവാദിത്തപ്പെട്ട ചുമതലയിൽ ഇരിക്കുന്ന ആളുകൾ നടത്തിയത് ആരുടെ പണമായിരുന്നു എന്ന് നിങ്ങൾ തന്നെ കണ്ടുപിടിക്കുക. ഇത് തൃശ്ശൂരെ DYFIയുടെ സംസ്ഥാന ജില്ലാ സെക്രട്ടറി പറഞ്ഞ പോലെ തന്നെ കോട്ടയത്തെ സഖാക്കന്മാർ പറഞ്ഞു തുടങ്ങും. 44 കോടി രൂപ അതാരുടെ പണമായിരുന്നു? അതൊക്കെ കേരള പൊതുസമൂഹം തള്ളിയതാണ്. കേരളത്തിലെ പൊതുസമൂഹമാണ്. താങ്കളോട് ഞാൻ ചോദിച്ച കാര്യം, വാസവൻ മന്ത്രിയായിട്ടുള്ള ബഹുമാനപ്പെട്ട മന്ത്രി വാസവൻ MLA ആയി കോട്ടയം ജില്ലയിലുള്ള കോട്ടയത്തിന്റെ മന്ത്രിയാണ്. കോട്ടയത്തുള്ള ഒരു സംസ്ഥാന കൊടകര സംഭവമൊക്കെ പിന്നീട് ചർച്ചയായത് വലിയ ചർച്ചയായത് BJPയിൽ നിന്ന് തന്നെ തുറന്നു വന്നതുകൊണ്ടാണല്ലോ. ഇത് അങ്ങനെ തന്നെ കരുതിയാൽ മതി. ഒരു DYFI നേതാവ് പറയുന്ന കാര്യം എനിക്കറിയാൻ വേണ്ടി ചോദിക്കുക. അത് എന്നെ വളഞ്ഞിട്ട് ആക്രമിക്കാൻ നിങ്ങൾ സൗകര്യം കൊടുക്കണം. ഞാൻ താങ്കൾ പറയൂ. ഈ മനുഷ്യൻ ആക്രമിക്കാനൊന്നും ഞങ്ങൾ വരില്ല.
ഞങ്ങൾ ഇന്നോവ വിടാൻ തയ്യാറല്ല. അങ്ങ് ഈ ചോദിച്ച ചോദ്യത്തിന് വ്യക്തമായിട്ട് മറുപടി ഉണ്ടോ? നിങ്ങൾ മാന്യമായിട്ട് സംസാരിക്കും. നിങ്ങൾ ആരാന്ന് എനിക്ക് അറിയത്തില്ല. നിങ്ങൾ BJP കാരാണ് ഞാൻ ഇപ്പോഴാണ് അറിയുന്നത്. അല്ല, താങ്കൾ CPM-ന്റെ ആളാണെന്ന് ഇവിടെ പറഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. ശരി, അല്ല അങ്ങനെയുള്ള വ്യക്തിപരമായ ആക്ഷേപങ്ങൾ വേണ്ട. ശരി, റജി പറഞ്ഞോളൂ. റജി പറഞ്ഞോളൂ. CPM-ന്റെ പ്രതിനിധിയാണ് ഇപ്പോൾ സംസാരിക്കുന്നതെന്ന് മഞ്ജുഷ് പറഞ്ഞപ്പോഴാണ് എനിക്ക് താങ്കളെ മനസ്സിലായത്. അത് രണ്ടുപേരും അത്തരത്തിലുള്ള പരാമർശങ്ങൾ ഒഴിവാക്കൂ. രണ്ടുപേരും അത്തരത്തിലുള്ള പരാമർശങ്ങൾ ഒഴിവാക്കൂ. താങ്കൾ CPM-ന് വേണ്ടി പറഞ്ഞതുകൊണ്ട് താങ്കളോട് ഞാൻ ചോദ്യം ചോദിച്ചു. ഞാൻ സംസാരിച്ചു ചോദിക്കും മിസ്റ്റർ. താങ്കൾ പറയൂ. താങ്കൾ എന്ത് മര്യാദ ചർച്ച ചെയ്യുന്നത്? മര്യാദയുണ്ട്, അതുകൊണ്ടാണ് പറയുന്നത്. ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ അസഹിഷ്ണുതായിട്ട് കാര്യമില്ല. താങ്കൾക്കറിയാം അവിടെ നടന്നിട്ടുള്ള സാമ്പത്തിക ഇടപാടുകളെ സംബന്ധിച്ച് അങ്ങേക്ക് കൃത്യമായിട്ട് അറിയാം. അയാളെന്ന് ചോദിച്ചോണ്ടിരിക്കുക. പിന്നെ എന്തിനാ മഞ്ജുഷോട്? അല്ല, റജി പറയൂ. റജി സംസാരിക്കൂ. റജി എന്നല്ല, ഹരിദാസ് സാർ പറഞ്ഞ കാര്യങ്ങൾക്ക് മറുപടി നൽകൂ. ഹരിദാസ് സാർ പറഞ്ഞ കാര്യങ്ങൾക്ക് മറുപടി നൽകൂ. ഒരു സെക്കൻഡ്. റജി പോയി കഴിഞ്ഞാൽ ഈ ചർച്ച ഏകപക്ഷീയമായി പോകും. അതുകൊണ്ടാണ് റജി സംസാരിച്ചോളൂ. എന്തൊരു മര്യാദയാണ് ഇത്? ഇങ്ങനെയൊക്കെയാണ് ചർച്ച വന്നിരിക്കുന്നവര്. അയാൾ എന്നോട് ചോദ്യങ്ങൾ ചോദിക്കുക, ഞാൻ ആൻസർ ചെയ്യുന്ന മഞ്ജുഷിന്റെ ചോദ്യങ്ങൾക്ക്. അല്ല, താങ്കൾ മര്യാദ റജി പറയട്ടെ. റജി പറയട്ടെ. അല്ല, റജി പറയട്ടെ. സമയം കളയാതെ. സമയം കളയാതെ. റജി പറയട്ടെ. മര്യാദയ്ക്ക് താങ്കൾ CPM-ന്റെ പ്രതിനിധിയാണ്. മര്യാദ റജി പറയട്ടെ. റജി പറയട്ടെ. ഭാഷയിൽ നിങ്ങൾ സംസാരിച്ചോളൂ. ശരി, അത് കേട്ടിരിക്കാനും അതിന് മറുപടി തരാനും കൃത്യമായ ഉത്തരം ഞങ്ങളുടെ കയ്യിലുണ്ട്. ഉത്തരമില്ലാത്തപ്പോൾ ഒച്ച വെച്ച് ബഹളമുണ്ടാക്കി ചർച്ച അലങ്കോലപ്പെടുത്താൻ താങ്കൾ ശ്രമിക്കണ്ട. റജി പറഞ്ഞോളൂ. ഇനി തടസ്സമുണ്ടാകില്ല. റജി പറഞ്ഞോളൂ. തടസ്സമുണ്ടാകില്ല. റജി പറഞ്ഞോളൂ. പോകുന്നറിയായിരുന്നു. ഈ ചർച്ച വരുമ്പോൾ CPM-ന്റെ അനധികൃത സ്വത്ത് സമ്പാദത്തെ സംബന്ധിച്ച് വരുമ്പോൾ CPM-ന്റെ പ്രതിനിധി ഈ ചർച്ച ക്വിറ്റ് ചെയ്യുമെന്ന് ഞങ്ങൾക്ക് നല്ല ബോധ്യമുണ്ടായിരുന്നു. ശരി, ശ്രീ MK ഹരിദാസ്. അല്ല, റജിക്ക് ഒരു പ്രശ്നമുണ്ടായി. അക്കാര്യത്തിൽ അഖിലിന്റെ ഇടപെടൽ റജിക്ക് ഇഷ്ടപ്പെട്ടില്ല. അദ്ദേഹം പോയി. പക്ഷേ ഇവിടെ റജി ആവർത്തിച്ച് പറയുന്നത് അന്വേഷണത്തിലൊന്നും കണ്ടെത്തിയിട്ടില്ല എന്നാണ്. ഹരിദാസ് ഒന്ന് നോക്കുകയാണെങ്കിൽ അത് ശരിയുമാണ്. ഒന്നും കണ്ടെത്തിയിട്ടില്ല. ഞാനിപ്പോ നേരത്തെ എനിക്ക് മുൻപ് തന്ന ചാൻസിൽ ഞാൻ അത് തന്നെയല്ലേ പറഞ്ഞത്. ഹൈക്കോടതി മൊയ്തീന്റെ CC ചെയ്ത പണം പോലും വിട്ടുകൊടുക്കാൻ തയ്യാറായിട്ടുള്ള അവസരത്തെ നമ്മൾ എങ്ങനെയാണ് കാണുക? കണ്ണനെ നിരുപാധികം വിട്ടയക്കാൻ കോടതി എങ്ങനെയാണ് തയ്യാറായത്? ED നിരത്തിയ ന്യായമുഖങ്ങൾക്കും വാദമുഖങ്ങൾക്കും ഒരു പ്രസക്തിയുമില്ലെന്ന് പറഞ്ഞുകൊണ്ടാണ് ഹൈക്കോടതിയുടെ ജഡ്ജിമെന്റ് ഞാൻ വായിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇത്തരം സാഹചര്യത്തിൽ എനിക്ക് ഈ BJP-യുടെ പ്രതിനിധിയോട് റജി എഴുന്നേറ്റ് പോകത്തക്ക തോതിൽ താങ്കൾ ഇത്രയും മോശമായിട്ട് അദ്ദേഹത്തോട് സംസാരിക്കരുതായിരുന്നു. അത് തെറ്റാണ്. റജിയുടെ വേണമായിരുന്നു. കാരണം റജിയോടായിരുന്നു കൂടുതൽ ചോദ്യങ്ങളും ചോദിക്കേണ്ടത്. ആ സമയത്ത് റജി ആ രീതിയിൽ സംസാരിച്ച റജി അത് മനഃപൂർവ്വം പ്രകോപനമുണ്ടാക്കി പോകും. അങ്ങനെയല്ല അഖിൽ ഇക്കാര്യത്തിൽ മോശമെന്നല്ല പറഞ്ഞത്. ഇക്കാര്യത്തിൽ ഡിഫൻസീവായ ആൾ റജി ലൂക്കോസ് ആണ്. അദ്ദേഹമാണ് മറുപടി നൽകേണ്ടത്. അദ്ദേഹം മറുപടി പറയട്ടെ. ആ സമയത്ത് നമുക്ക് ചോദിക്കാമല്ലോ. നമുക്കതിനുള്ള പോയിന്റ് കിട്ടുള്ളൂ. ഞാനും അദ്ദേഹത്തെ സംസാരിക്കാൻ തന്നെയാണ് വന്നിരിക്കുന്നത്. മറുപടിയില്ലാതെ, അദ്ദേഹത്തിനോട് ചോദിച്ച ചോദ്യത്തിന് മറുപടിയില്ലാതെ അദ്ദേഹം മറുപടി പറയണമായിരുന്നു. അദ്ദേഹം മറുപടി പറയാനിരുന്നപ്പോൾ താങ്കൾ അത് വീണ്ടും ചോദിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അസ്വസ്ഥത ഉണ്ടാകും. അതുകൊണ്ടാണ്. എന്തായാലും പോട്ടെ. ശരി, ശരി. ശ്രീ MK ഹരിദാസ് സ്വാഭാവികമായിട്ട് CPM-ന് ഇക്കാര്യത്തിൽ മറുപടി ഇല്ല എന്നുള്ള മറ്റൊരു കാര്യമാണ്. അത് മറുപടി ഇല്ല എന്നുള്ളത് 100%. പക്ഷെ അദ്ദേഹം പറയുന്ന ന്യായമുഖം കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ ചർച്ച അവസാനിപ്പിക്കാൻ എത്ര ഭംഗിയായിട്ട് മുൻപോട്ട് കൊണ്ടുപോകാൻ സാധിക്കും? ഇതിപ്പോ നമ്മൾ രണ്ടുപേരും കൂടി കുത്തിരുന്നിട്ട് ഈ ചർച്ച അവസാനിപ്പിക്കേണ്ട ഗതികേട് വന്നത് ആരാണോ യഥാർത്ഥത്തിൽ കൾപ്രേറ്റ്, ആ കൾപ്രേറ്റിന് സംസാരിക്കാൻ വേണ്ടി വന്ന ആള് ഈ ചർച്ചയിൽ നിന്ന് ഇറങ്ങിപ്പോയി. അതുകൊണ്ട് ഞാൻ പറഞ്ഞതാണ്, താങ്കൾ അന്യായം പറഞ്ഞു എന്നല്ല ഞാൻ പറഞ്ഞത്. നോക്കി നോക്കൂ, PK ഫിറോസിനെയും രാഹുൽ മാങ്കുട്ടത്തിനെയും നമ്മുടെ റജി ലൂക്കോസ് താരതമ്യപ്പെടുത്തിയത് ശരിയായില്ല. കാരണം PK ഫിറോസും രാഹുൽ മാങ്കൂട്ടവും പ്രതിദാനം ചെയ്യുന്ന പാർട്ടിയല്ല CPM എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പാവപ്പെട്ടവനെ ഉദ്ധരിക്കാൻ വേണ്ടി, പാവപ്പെട്ടവന്റെ ചൂഷണത്തിനെതിരെ പടപൊരുതിക്കൊണ്ട് മുന്നേറാൻ വേണ്ടി രൂപപ്പെട്ടൊരു പാർട്ടിയുടെ ഇന്നത്തെ ഈ അവസ്ഥയിൽ ദുഃഖിക്കുന്ന ഒരുപാട് പേര് ഒരാളാണ് ഞാനും. അതുകൊണ്ടാണ് ഈ ശരത്ത് പറഞ്ഞിട്ടുള്ള പ്രശ്നത്തില് അങ്ങേയറ്റം കാര്യമുണ്ട് എന്നും ഈ കാര്യങ്ങൾ ഞങ്ങളെപ്പോലുള്ളവർ, TP ചന്ദ്രശേഖരനെ പോലുള്ളവർ വളരെ കാലങ്ങളായി പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണെന്നും പാർട്ടിയുടെ ഈ പോക്ക് അപകടത്തിലേക്കാണ് എന്നും പറയാനുണ്ടായിട്ടുള്ള കാരണം ഒരു കാര്യം മഞ്ജുഷ് മനസ്സിലാക്കുക. ഇവിടെ ലോക്കൽ സെക്രട്ടറി അല്ലെങ്കിൽ ലോക്കൽ കമ്മിറ്റി അംഗം പണം വാങ്ങിയെന്ന് അറിഞ്ഞാൽ
ഏരിയ കമ്മിറ്റി സെക്രട്ടറിക്കും ഏരിയ കമ്മിറ്റി അംഗങ്ങൾക്കും താക്കീത് ചെയ്യാൻ സാധിക്കില്ല. തിരിച്ചുള്ള ചോദ്യം എന്തായിരിക്കും? നിങ്ങൾ വാങ്ങിയിട്ടില്ലേ? ഏരിയ കമ്മിറ്റി സെക്രട്ടറിയും ഏരിയ കമ്മിറ്റി അംഗവും തെറ്റ് ചെയ്തു എന്ന് പറഞ്ഞാൽ ജില്ലാ കമ്മിറ്റി അംഗത്തിനോ ജില്ലാ സെക്രട്ടറിക്കോ ചോദിക്കാൻ പറ്റാത്ത വിധം അവിടെയും പണം വാങ്ങുകയാണ്. ജില്ലാ കമ്മിറ്റി അംഗങ്ങളും അതുപോലെ തന്നെ ജില്ലാ കമ്മിറ്റി സെക്രട്ടറിയും തെറ്റ് ചെയ്താൽ സംസ്ഥാന സെക്രട്ടേറിയറ്റിന് ചോദിക്കാൻ പറ്റാത്ത അവസ്ഥയിൽ പടിയായിട്ട് CPM ഇത്തരത്തിലുള്ള ഒരു അപച്യുതി, സാമ്പത്തികമായിട്ടുള്ള ഇത്തരത്തിലുള്ള അപച്യുതിയിൽ ചെന്ന് ചാടരുതായിരുന്നു. കാരണം ഈ പാർട്ടിയെ നെഞ്ചോട് ചേർത്തിട്ടുള്ള ഒരുപാട് ആൾക്കാരെ എനിക്കറിയാം. അവരൊക്കെ ഇത്തരം പ്രശ്നങ്ങൾ വർഷങ്ങളായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതൊക്കെ തെറ്റാണ്. ഇത്തരം റെജി ലൂക്കോസുമാരെയും ജയരാജന്മാരെയും വെച്ചിട്ട്, ഡോക്ടർ ജയരാജന്മാരെയും വെച്ചിട്ട് ഇത്തരത്തിൽ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് അത്തരത്തിൽ സംഭവങ്ങൾ ഇല്ല എന്ന് പറഞ്ഞത് ശരിയാണ് എന്ന് ഇന്ന് ശരത്ത് പറഞ്ഞുവെങ്കിൽ അത് പാർട്ടി ചർച്ച ചെയ്യണം. അത് ശരത്തിനെ പിടിച്ചിട്ട് അതിൽ ശാസിക്കുകയോ പുറത്താക്കുകയോ അല്ല ചെയ്യേണ്ടത്. പിന്നെ സുഹൃത്തെ ശ്രീ BJPയുടെ പ്രതിനിധിയോട് എനിക്ക് പറയാനുള്ളത്, താങ്കൾ പറഞ്ഞു കൊടകര കുഴൽപ്പണക്കേസൊക്കെ കേരളം എഴുതിത്തള്ളി. കേരളമല്ല എഴുതിത്തള്ളിയിരിക്കുന്നത്, BJPക്കാരെ എഴുതിത്തള്ളി. ആ പ്രശ്നമൊക്കെ ഇപ്പോഴും നിൽക്കുകയാണ്. പക്ഷെ അന്വേഷണം എവിടെയും എത്തുകയില്ല. കുഴൽപ്പണക്കേസ് അന്വേഷിക്കുന്നത് കേന്ദ്ര സർക്കാരിന്റെ ഏജൻസിയാണെന്നിരിക്കെ, അവിടെ പ്രതിസ്ഥാനത്ത് നിൽക്കുന്നവർ BJPക്കാരാണെന്നിരിക്കെ ആ അന്വേഷണം എവിടെയും എത്തുന്നില്ല. അതുപോലെ തന്നെ നിങ്ങൾ സംശയിക്കുന്നു, താങ്കൾ ഇവിടെ പറഞ്ഞു പടിപടിയായിട്ട് കരുവന്നൂർ കേസ് അന്വേഷണം നടക്കുകയാണ്. എന്ത് അന്വേഷണമാണ് സുഹൃത്തെ? ഒരു SFIO വന്നിട്ട് 90 ദിവസത്തിനുള്ളിൽ, ഷോൺ ജോർജ് എന്റെ ചർച്ചയിൽ പറഞ്ഞതാണ്, മഞ്ജുഷിന് ഓർമ്മയുണ്ട്, 90 ദിവസത്തിനുള്ളിൽ വീണ വിജയൻ അറസ്റ്റിലാകുമെന്ന് പറഞ്ഞിട്ട് ഒരു SFIO ഇവിടെ വന്നിട്ട് കടലാസിന്റെ വില പോലും ഇല്ലാത്ത ഒരു ഇല അനക്കാൻ ഈ SFIO അന്വേഷണം. ശരി, ഇപ്പോൾ ഞാൻ ഒന്ന് ഇടപെടുകയാണ്. ഇപ്പോൾ അനിൽ അക്കരെ, കോൺഗ്രസ് നേതാവ് ടെലിഫോൺ ലൈനിൽ ചേരുകയാണ്. ശ്രീ അനിൽ അക്കര, താങ്കൾ ഈ കരുവന്നൂർ വിഷയത്തിൽ ഒരുപാട് നടന്നിട്ടുള്ള ആളാണ്, ഒരുപാട് നിയമ പോരാട്ടങ്ങളിൽ ഉണ്ടായിരുന്ന ഇപ്പോൾ ശരത് പ്രസാദിന്റെ വെളിപ്പെടുത്തൽ അത് സ്വാഭാവികമായിട്ടും CPMനെ പ്രതിക്കൂട്ടിലാക്കിയിട്ടുണ്ട്. ഇത് ഈ ശരത് പ്രസാദ് ഇങ്ങനെ സംസാരിക്കേണ്ടി വന്നത് അത് റെക്കോർഡ് ചെയ്യപ്പെടുമെന്നൊന്നും അദ്ദേഹത്തിന് അറിയില്ലായിരുന്നു. പക്ഷേ ഈ മനം നൊന്തുള്ള ഒരു പ്രതികരണമല്ലേ? കാരണം തൃശ്ശൂരിൽ അത്രമാത്രം പാർട്ടിയുടെ അപജയം കണ്ട് മടുത്തിട്ട് ഒരു നേതാവ് പറഞ്ഞതായിട്ട് തന്നെയല്ലേ ആ ശബ്ദത്തിൽ നിന്ന് തോന്നുന്നത്? തീർച്ചയായും ഇന്നലെയും ഇന്നുമായി തൃശ്ശൂരിലുണ്ടായ യുവജന നേതാക്കന്മാരുടെ പ്രതികരണങ്ങൾ. ഇവിടെ ആദ്യം നമ്മൾ കേട്ടത് നടത്തറ പഞ്ചായത്തിലെ പഞ്ചായത്ത് മെമ്പർ രാജിവെച്ച ഒരു വിഷയം. അവിടെ ഈ പറയുന്ന 12 മണ്ണുത്തി ഏരിയ കമ്മിറ്റിയുടെ കീഴിൽ വരുന്ന 10-12 സഹകരണ ബാങ്കുകളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള അഴിമതി. അതുപോലെ തന്നെ ഇന്നത്തെ ശബ്ദ സന്ദേശം, അതുമായി ബന്ധപ്പെട്ട് ഒരാളെ നടപടി സ്വീകരിച്ചു. അതുപോലെ ശരത്തിനെ വിശദീകരണം ചോദിച്ചിരിക്കുന്ന സാഹചര്യം. അപ്പൊ ഇത് നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, CPM എന്ന് പറഞ്ഞൊരു പാർട്ടി, ആ പാർട്ടിയിലെ പ്രവർത്തകരുടെ വികാരം, എനിക്ക് ഇവരുമായി വളരെ അടുപ്പമുള്ള ആളുകളാണ് ഈ CPM നേതാക്കന്മാരൊക്കെ. ഞാൻ ഈ സൈദാലി വധക്കേസുമായി ബന്ധപ്പെട്ട സമയത്തൊക്കെ എനിക്ക് ഇൻഫർമേഷൻ തന്ന ആളുകളൊക്കെ പറയുന്നത് പാർട്ടിയെ പോലെ തന്നെ, അല്ലെങ്കിൽ പാർട്ടിയേക്കാൾ ഒരു പൊടി മുകളിലാണ് രക്തസാക്ഷികൾ എന്ന് പറയുന്നത്. രക്തസാക്ഷിക്കും അതുപോലെ തന്നെ പാർട്ടിയും തങ്ങളുടെ ജീവനേക്കാൾ വലുതായി കാണുന്ന പ്രവർത്തകരാണ് കേരളത്തിലും രാജ്യത്തുമുള്ളത്. അപ്പോൾ തൃശ്ശൂർ ജില്ലയിൽ ഉണ്ടായ വിഷയം എന്താണ്? ഒന്നാമത് കരിവന്നൂർ ബാങ്കിന്റെ ഒന്നാമത്തെ കുറ്റപത്രം കൊടുത്ത സമയത്ത് CPM നേതാക്കന്മാരുടെ അവിഹിത ഇടപാടുകളെ കുറിച്ചാണ് വെളപ്പായ സതീഷുമായി ബന്ധപ്പെട്ട വിഷയമാണ് സൂചിപ്പിച്ചത്. അതെല്ലാവരും പ്രതീക്ഷിച്ചത് കുറ്റപത്രം സമർപ്പിക്കുമ്പോൾ രണ്ടാമത്തെ കുറ്റപത്രത്തിൽ CPM നേതാക്കന്മാർ പ്രതിസ്ഥാനത്ത് വരുമെന്നാണ്. പക്ഷെ എന്താണ് ഉണ്ടായത്? തെരഞ്ഞെടുപ്പിന് ശേഷമാണ് ആ കുറ്റപത്രം സമർപ്പിക്കുന്നത്. കെ രാധാകൃഷ്ണൻ പാർലമെന്റ് അംഗമായതിന്റെ പിറ്റേ ദിവസം തൊട്ടാണ് രാധാകൃഷ്ണൻ പ്രതിസ്ഥാനത്തേക്ക് വരുന്നത്. പക്ഷെ എങ്കിലും അതിനു മുമ്പൊന്നും രാധാകൃഷ്ണൻ ചോദ്യം ചെയ്യുണ്ടായില്ല. തെരഞ്ഞെടുപ്പിന് ശേഷം രണ്ടാമത്തെ കുറ്റപത്രം കൊടുത്തപ്പോ ഈ പറയുന്ന AC മൊയ്തീനും കെ രാധാകൃഷ്ണനും MM വർഗീസും ഉൾപ്പെടെയുള്ള നേതാക്കന്മാർ പ്രതിസ്ഥാനത്ത് മാറുകയും പാർട്ടി സെക്രട്ടറിമാരെന്ന രീതിയിൽ പാർട്ടിക്ക് വേണ്ടി ഈ കളവ് നടത്തിയ അല്ലെങ്കിൽ കള്ളപ്പണം വെളുപ്പിച്ച പ്രതികളായി മാറുകയാണ് ചെയ്തത്. എന്ന് വെച്ചാൽ ഇവരെ രക്ഷിക്കാൻ വേണ്ടി CPMനെ പ്രതിസ്ഥാനത്ത് ചേർത്തു. നമുക്കറിയാലോ, ഈ DYFIയുടെ ഒരു ഞരമ്പുകളിൽ ഓടുന്ന രക്തം, പ്രത്യേകിച്ച് ഭഗത് സിംഗിന്റെ ദിനമൊക്കെ അവർ ആചരിക്കാറുണ്ട്. അപ്പൊ ഭഗത് സിംഗിനെ പോലുള്ള ആളുകൾ ആവേശമായി നിൽക്കുന്ന DYFI ഇവിടെ സ്വന്തം നേതാക്കന്മാരെ പ്രതിസ്ഥാനത്ത് രക്ഷപ്പെടുത്താൻ വേണ്ടി DYFI CPM എന്ന് പറയുന്ന പാർട്ടിയെ EDയുടെ മുന്നിൽ ഒറ്റുകൊടുത്ത് പ്രതിസ്ഥാനത്ത് വന്ന ഒരു ഘട്ടമാണ് ഈ നമ്മുടെ സംസ്ഥാനത്ത് നിൽക്കുന്നത്. ഇവർ ജാമ്യം എടുക്കാൻ വേണ്ടി 3 തവണ ഇവരുടെ ജാമ്യാപേക്ഷ മാറ്റിവെച്ചിരിക്കുകയാണ്. ഹൈക്കോടതിയിൽ കോഷ് ചെയ്യാൻ പോയതൊന്നും എന്റെ അറിവിലില്ല. അപ്പൊ ഞാൻ പറയുന്നത്, ഈ CPM നേതാക്കന്മാരെ രക്ഷപ്പെടുത്താൻ വേണ്ടി പാർട്ടിയെ തന്നെ ബലി കൊടുത്തൊരു പാർട്ടിയാണ് തൃശ്ശൂർ ജില്ലയിലുള്ളത്. അതിന്റെ ഭാഗമായിട്ടുള്ള എതിരഭിപ്രായങ്ങൾ, പാർട്ടിയോടുള്ള ദേഷ്യം, ഇതൊക്കെ സ്വാഭാവികമായിട്ട് പറയും. പിന്നെ MK കണ്ണനെ പോലുള്ള ആളുകളുടെ കാര്യത്തിൽ UDFനകത്ത് നിൽക്കുന്ന കാലത്ത് അന്ന് ഞാൻ 95-ൽ
ഞാനൊരു യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ആയ സമയത്ത് ഞാൻ അന്ന് പത്രസമ്മേളനം നടത്തി പറഞ്ഞിട്ടുണ്ട്, UDF-നകത്തെ CPM ചാരനാണ് കണ്ണൻ എന്നുള്ളത്. അന്ന് മുതൽ തൃശ്ശൂർ ജില്ലയിലെ ഏത് സഹകരണ ബാങ്കിലും പിന്നെ നിയമനം നടക്കുമ്പോൾ അതിനകത്ത് കണ്ണന് ഒരു ഓഹരി ഉണ്ടാവും. അപ്പൊ ഈ ജില്ലയിൽ CPM കോൺഗ്രസ് ഭരിക്കുന്ന കാലത്തും പിന്നെ LDF ഭരിക്കുന്ന കാലത്തും സഹകരണ മേഖല കൈകാര്യം ചെയ്ത് കണ്ണനാണ്. കണ്ണൻ അറിയാതെ ഇവിടെ ഒരു അഴിമതി നടക്കാൻ പോകുന്നില്ല. ഇതൊക്കെ കൃത്യമായി ഈ പുതിയ നേതാക്കന്മാരും പറയുകയാണ്. ശരത്ത് DYFയുടെ ജില്ലാ സെക്രട്ടറി മാത്രമല്ല, ഇവിടെ ജില്ലാ പഞ്ചായത്ത് അംഗം കൂടിയാണ്. അപ്പൊ നമ്മളിത് മുഖവിലേക്ക് എടുക്കാതിരിക്കെ പോകാൻ കഴിയില്ല. കാരണം അത്രയും സാധാരണ സുഹൃത്ത് സംഭാഷണത്തിൽ പറഞ്ഞ കാര്യമല്ലേ അനിലക്കര? അല്ല, ഞാൻ ചോദിക്കുന്നത് പിന്നെ സുഹൃത്ത് സംഭാഷണം ഒക്കെ ശരി, ആ സുഹൃത്ത് സംഭാഷണത്തിന്റെ ഭാഗമായിട്ടാണല്ലോ ഇവിടെ ഒരു DYFI നേതാവിനെ ഇന്നലെ പുറത്താക്കിയത്, ഇന്നലെ ഒരാൾ രാജിവെച്ചു. അപ്പൊ ഇന്ന് പുറത്താക്കിയെന്ന് പറയുമ്പോൾ ആരാണ് ഈ നിബിൻ എന്ന് ഏരിയ കമ്മിറ്റി അംഗം അല്ലെ? നിബിൻ നിബിലിനെ പുറത്താക്കി. അവിടെ TC ബിജു, നടത്തറ പഞ്ചായത്ത് കമ്മിറ്റി അംഗമായ ബിജു എന്താണ് പറഞ്ഞത്? അവിടെ 12ഓളം സഹകരണ ബാങ്കുകളിൽ അഴിമതി നടക്കും എന്നാണ് പറഞ്ഞത്. അതിനകത്തൊരു പ്രധാനപ്പെട്ട ബാങ്കാണ് കുട്ടനല്ലൂർ സർവീസ് സഹകരണ ബാങ്ക്. ECIR രജിസ്റ്റർ ചെയ്തതാണ്. അപ്പൊ ഈ കരിവന്നൂർ കേസിലെ 12 സഹകരണ ബാങ്കുകൾ, കരിവന്നൂർ ഉൾപ്പെടെ 12 സഹകരണ ബാങ്കുകളിൽ റെയ്ഡുകളും അന്വേഷണങ്ങളും നടന്നു. നിങ്ങൾ കേസ് ഡയറി പരിശോധിച്ചാൽ അത് കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ആ 12 ബാങ്കുകളിൽ 11 ബാങ്കുകളെയും ഒഴിവാക്കി. കാരണം എന്താണ്? അതിനകത്ത് കണ്ണൻ പ്രതിയാണ്, MM വർഗീസ് പ്രതിയാണ്, പിന്നെ ഈ കൊട്ടനൂർ ബാങ്കുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ വരും. അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട പ്രതിയാകേണ്ടത് ഈ കൊടകര കുഴൽപ്പണ കേസിലെ പ്രതി അതിനകത്ത് വരുന്നുണ്ട്. അതാണല്ലോ TC ബിജു പറഞ്ഞത്. കൊടകര കുഴൽപ്പണ കേസിലെ പ്രതിക്ക് പോലും പാർട്ടി ഭരിക്കുന്ന സംഘങ്ങളിൽ ഈടില്ലാതെ വായ്പ കൊടുത്തു എന്ന് പറയുമ്പോൾ ഇവരുടെ അധോലോക ബന്ധം എന്താണ്? അതാണ് ഇത് നമ്മൾ ഇതിലത്തെ പ്രതിരോധം തീർക്കുന്നതും അങ്ങനെയാണല്ലോ. ഇപ്പോൾ കണ്ണനും AC മൊയ്തീനും പിന്നെ മറ്റു പല പേരുകളും ഉണ്ടല്ലോ. ഇവർക്കൊക്കെ പറയാവുന്ന കാര്യം ഒന്നും സംഭവിച്ചിട്ടില്ല, ഒരു അന്വേഷണത്തിൽ ഒന്നും കണ്ടെത്തിയിട്ടില്ല എന്നാണല്ലോ. അല്ല, എങ്ങനെയാണ് അന്വേഷണത്തിൽ കണ്ടെത്തുക? ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ, ഇവിടെ 98 ലക്ഷം രൂപയാണ് ആദ്യത്തെ റെയ്ഡിൽ AC മൊയ്തീന്റെ പിന്നെ ഡെപ്പോസിറ്റായി 98 ലക്ഷം രൂപയുടെ റെസീറ്റാണ് കണ്ടുകെട്ടിയത്. ആ 98 ലക്ഷം രൂപ കഴിഞ്ഞ് ബാക്കിയും ഉണ്ടായിരുന്നു. അത് വടക്കാഞ്ചേരി ട്രഷറിയിലെ തുകയുണ്ടായിരുന്നു, തിരുവനന്തപുരം ട്രഷറിയിലെ തുകയുണ്ടായിരുന്നു. ട്രഷറി തുക ഒഴിവാക്കി മറ്റ് ബാങ്കുകളിലെയാണ് കണ്ടുകെട്ടിയത്. ആ 98 ലക്ഷം രൂപ അഡ്ജുഡിക്കേറ്റിംഗ് അതോറിറ്റി ശരിവെച്ചു. അതിനുശേഷമാണ് ഹൈക്കോടതിയിൽ AC മൊയ്തീന്റെ വൈഫും മകളും അത് കോഷ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അവിടെ ED എടുത്ത നിലപാട് എന്താണ്? ED പ്രതികൾക്ക് അനുകൂലമായിട്ടും നിലപാടാണ് സ്വീകരിച്ചത്. അത് ഡീലിന് ശേഷമാണ് ഉണ്ടായത്. അപ്പൊ ഞാനിത് പറഞ്ഞു വരുന്നത്, ഇവിടെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ അന്വേഷണം ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ പ്രതികൾക്ക് അനുകൂലമായി. പിന്നെ മറ്റു തരത്തിൽ പിന്നെ തെരഞ്ഞെടുപ്പിന്റെ തൊട്ടു മുമ്പായിട്ടാണല്ലോ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ് 2 കോടി രൂപ കയ്യോടെ ഇവിടെ ഇന്ത്യൻ ബാങ്ക് ഓഫ് ഇന്ത്യയിൽ നിന്നും CPM-ന്റെ പെട്ടി കയ്യിൽ പിടിച്ചത്. അതിനുശേഷം 5 കോടി രൂപ ഇപ്പോഴും ഫ്രീസ് ചെയ്തല്ലോ. കേരള ഹൈക്കോടതിയിൽ റിട്ടുമായി പോയ റിട്ട് തള്ളിയല്ലോ. അപ്പൊ ഇത് നിങ്ങൾ ധരിക്കുന്ന പോലെ ചെറിയ ഡീലല്ല ഇവർ നടത്തുന്നത്. 5 കോടി രൂപ കണ്ടുകെട്ടിയിട്ട് ഒരു കുലുക്കവുമില്ലാതെ CPM-ന്റെ ജില്ലാ സെക്രട്ടറി ഇരിക്കുകയാണ്. എന്നിട്ട് അത് പറയാൻ ഞങ്ങൾ റിവ്യൂ പെറ്റീഷനിലേക്ക് പോകുന്നു. അപ്പൊ ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ ജില്ലയിൽ കോടി എന്നുള്ളത് ഇവരെ സംബന്ധിച്ചോളം വിഷയമല്ല, പണം എന്താണെന്നതിനെ സംബന്ധിച്ച് ഇവർക്കൊരു വിഷയമല്ല. ഇവർ തെളിവുകളുമായി പോവാണ്. തെളിവുകൾ എന്ന് പറയുമ്പോൾ BJP ഇവരെ സഹായിക്കാൻ നിൽക്കുകയാണ്. അതിന്റെ ഇരയാണല്ലോ പിന്നെ സുനിൽ കുമാർ എന്ന് പറയുന്ന പിന്നെ CPIയുടെ ഉന്നത നേതാവ്. അതിന്റെ പ്രൊഡക്റ്റ് ആണല്ലോ സുരേഷ് ഗോപി എന്ന് പറയുന്ന ഇപ്പോഴത്തെ ഈ പറയുന്ന പിന്നെ നമ്മുടെ കേന്ദ്ര സഹമന്ത്രി. അപ്പൊ ഇതെങ്ങനെ CPM-നകത്തെ പ്രവർത്തകർക്ക് സഹിക്കാൻ കഴിയും? ശരി, അല്ല ഒന്ന് ടെലിഫോൺ ലൈനിൽ തുടരുക. ഇപ്പോൾ അഖിൽ രവീന്ദ്രൻ BJP നേതാവുണ്ട്, തത്സമയം ചേരുന്നുണ്ട്. അഖിൽ, ഇത് തൃശ്ശൂരിൽ പൊതുവായിട്ട് പറയുന്ന കാര്യമാണ്. അനിലക്കരയ്ക്ക് ഇത് സ്പഷ്ടമായിട്ട് അറിയാം. അദ്ദേഹം വർഷങ്ങളായിട്ട് പറയുന്ന കാര്യമാണ് ഇതൊക്കെ. ആ ഡീലിങ്സും അവിടെയുണ്ട് CPM BJP. അനിലേക്കര് പറയുന്നത് സ്പഷ്ടമാണെന്ന് മഞ്ജുഷ എങ്ങനെ മനസ്സിലാവും? അതൊരു വസ്തുതയുടെ പുറത്ത് പറയുന്ന കാര്യമല്ലല്ലോ. അതൊരു രാഷ്ട്രീയ ആരോപണമാണ്. അനിലേക്കര് അങ്ങനെ പലതും പല സമയങ്ങളിലും ഒന്നും കണ്ടെത്തുന്നില്ല അഖിൽ. ഇതിപ്പോൾ എന്തോ മലമറിക്കുമെന്ന രീതിയിൽ വന്നിട്ട് ഒന്നും കണ്ടെത്തിയിട്ടില്ല. അതാണ് സംശയം ഉണ്ടാക്കുന്നത്. ഞാൻ പറഞ്ഞോട്ടെ കരുവന്നൂരടക്കം കേരളത്തിലെ പല കോപ്പറേറ്റീവ് ബാങ്കുകളിലും നടത്തിയിരിക്കുന്ന അഴിമതികൾക്ക് കൂട്ടുനിൽക്കുന്നത് കോൺഗ്രസിന്റെ നേതാക്കന്മാരാണ്. പ്രാദേശികമായി നിൽക്കുന്ന കോൺഗ്രസിന്റെ നേതാക്കന്മാര് CPM-ന്റെ നേതാക്കന്മാരെയും ബാങ്ക് ഭരണസമിതി അംഗങ്ങളെയും സഹായിച്ചുകൊണ്ട് വലിയ രീതിയിലുള്ള സാമ്പത്തിക ക്രയവിക്രയങ്ങൾ അവർ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അവർക്കും ഇതിനകത്ത് പങ്കുണ്ട്, കോൺഗ്രസിന്റെ നേതാക്കന്മാർക്കും പങ്കുണ്ട്. കോട്ടയം ജില്ലയിൽ പൂഞ്ഞാറ് ആന്റണിയെ ഒന്ന് വിളിച്ച് അന്വേഷിക്കണം. ഒരു ബാങ്ക് ഉണ്ടായിരുന്നു, ആ ബാങ്ക് എവിടെ പോയി? ഇത് കോൺഗ്രസിന്റെ നേതാക്കന്മാരെ സഹായിച്ചത് CPM-ന്റെ ആളുകളാണ്. അങ്ങനെ കരുവന്നൂരും കോട്ടയത്തും അങ്ങനെ കേരളത്തിലെ പല ജില്ലകളിലും കോപ്പറേറ്റീവ് ബാങ്കുകളെ കേന്ദ്രീകരിച്ചുകൊണ്ട് ബാങ്കുകൾ പൂട്ടിച്ചുകൊണ്ട് ഈ കോടികൾ സമ്പാദിക്കുന്ന കേന്ദ്ര ഒരു ഏജൻസികളായിട്ട് ഇവർ മാറുകയാണ്. ആ ഏജന്റുകളായി മാറുമ്പോഴത്തേനും ഇവിടുത്തെ സഖാക്കന്മാർക്ക് അഭിപ്രായ വ്യത്യാസം ഉണ്ടാകും. അവർ കഷ്ടപ്പെട്ടിട്ടാണ് പാർട്ടി പ്രവർത്തനം നടത്തുന്നത്.
കോടിക്കണക്കിന് രൂപയുടെ സമ്പാദ്യം ഉണ്ടാക്കിയാണ്. ഇവിടെ നേരത്തെ സൂചിപ്പിച്ചു കൊടകര കുഴൽപ്പണ കേസ്, അതൊക്കെ അടഞ്ഞുപോയ അധ്യായങ്ങളാണ്. അതൊന്നും ഇവിടെ ആരും ചർച്ച ചെയ്യപ്പെടാൻ പോലും തയ്യാറാകുന്നില്ല. കേരളത്തിലെ പൊതുസമൂഹം തള്ളിക്കളഞ്ഞതാണ്. അപ്പോ ഇവിടെ ആരോപണങ്ങൾ കോൺഗ്രസിന്റെയും CPM-ന്റെയും നേതാക്കന്മാര് മറ്റാരോപണങ്ങളുമായി വന്നതുകൊണ്ട് നിങ്ങൾ നടത്തിയ അഴിമതിയും നിങ്ങൾ നടത്തിയ കള്ളത്തരങ്ങളും കള്ളക്കടത്തുകളും ഇവിടെ മറച്ചു വെക്കാൻ പോകുന്നില്ല. ശരി, MK ഹരിദാസ്, അനിലക്കരെ പറയുന്നത് വിശ്വാസയോഗ്യമായ കാര്യങ്ങൾ തന്നെയല്ലേ? കാരണം അനിൽ ഇതിന്റെ പിന്നാലെ വർഷങ്ങളായിട്ട് ഉണ്ടായിരുന്നയാളാണ്. പോകുന്നതിന് വർഷങ്ങളായിട്ട് ഞങ്ങൾ കരുവന്നൂർ ബാങ്കിന്റെ പുറകെയുണ്ട്. കരുവന്നൂർ ബാങ്കിന്റെ പുറകെ നടത്തിയ വ്യക്തമാണ്. ഒരു സെക്കൻഡ്, അനിലേക്ക് പോയിട്ട് വരാം. അനിൽ എന്താണ് AC മൊയ്തീനും MK കണ്ണനും മാത്രമല്ല, തൃശ്ശൂരുള്ള കോൺഗ്രസിന്റെ പല നേതാക്കന്മാർക്കും ഈ ബാങ്കിൽ ഇടപാടുകളുണ്ട്. ശരി ശരി, അഖിൽ ഒരു സെക്കൻഡ്. അനിൽ, ഞാനിതിനകത്തെ കോൺഗ്രസിന്റെ നേതാക്കന്മാര് ഇടപെട്ട സഹകരണ ബാങ്കിലെ അഴിമതിയെ കുറിച്ച് ന്യായീകരിക്കാൻ വന്ന ആളല്ല. അതിലൊന്നും എനിക്ക് എന്റേതായ അഭിപ്രായമുണ്ട്, ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇവിടുത്തെ ഒരു ചോദ്യം ഇതാണ്. കേരള ഹൈക്കോടതിയിൽ ഒരു കേസുകൾ വരുന്ന സമയത്ത് ഈ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പറഞ്ഞ കാര്യം 12 സഹകരണ ബാങ്കുകൾക്കെതിരെ അന്വേഷണം നടക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഈ തൃശൂർ പാർലമെന്റ് തെരഞ്ഞെടുപ്പിന് ശേഷം കേരള ഹൈക്കോടതിയിൽ ഈ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പറഞ്ഞു ഞങ്ങൾ ഈ 12 ബാങ്കുകളിലെ അന്വേഷണം നിർത്തി എന്നവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് എന്ത് കാരണത്തിലാണെന്ന് എനിക്കറിയാൻ താല്പര്യമുണ്ട്. അത് കോൺഗ്രസ് പറഞ്ഞിട്ടാണ്. ഞാനൊന്ന് പറഞ്ഞ് അവസാനിപ്പിക്കട്ടെ. അതിൽ എനിക്ക് താല്പര്യമുണ്ട്. രണ്ടാമത്തെ കാര്യം, സുരേഷ് ഗോപി നടത്തിയ വിശ്വവിഖ്യാതമായ കരുവന്നൂർ പദയാത്ര നിങ്ങൾ പ്രഖ്യാപിച്ചിരുന്നത് കരുവന്നൂർ ബാങ്കിൽ നിന്നും തൃശൂർ സഹകരണ ബാങ്കിലേക്കാണ്. തൃശൂർ സഹകരണ ബാങ്കിന്റെ പ്രസിഡന്റ് എന്ന് പറയുന്നത് MK കണ്ണനാണ്. പക്ഷെ ആ ജാഥ തുടങ്ങി, ആ ജാഥ അവസാനിച്ച് തൃശൂർ കോർപ്പറേഷന്റെ മുന്നിലാണ്. എന്റെ തെളിവുകളും അതിന്റെ ഡോക്യുമെന്റുകളും ഒക്കെ ഉണ്ട്. അതെന്തുകൊണ്ടാണ്? അത് MK കണ്ണന്റെ അവിടേക്ക് ജാഥ നടത്താൻ നിങ്ങൾക്ക് തീരുമാനം ഉണ്ടായിരുന്നില്ല. ആ തീരുമാനം എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഡീലിന്റെ ഭാഗമായി കണ്ണനെ ഒഴിവാക്കാൻ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു. ആ കണ്ണനെ ഇപ്പോൾ നിങ്ങൾ സംരക്ഷിക്കുകയാണ്. അപ്പൊ നിങ്ങൾക്കറിയോ തൃശൂർ സുരേഷ് ഗോപി നടത്തിയ കരുവന്നൂർ പദയാത്ര എന്തുകൊണ്ടാണ് തൃശൂർ കോർപ്പറേഷൻ അവിടെ നിർത്തിവെച്ചത്? തൃശൂർ കോർപ്പറേഷനിലേക്കാണോ MK കണ്ണന്റെ വസതിയിലേക്കാണോ എന്ന് പ്രകടനം നടത്തിയതിനെ സംബന്ധിച്ച് എനിക്ക് വസ്തുതാപരമായി അറിവില്ലാത്ത കാര്യമാണ്. എനിക്കറിയുന്ന വിഷയം ഞാൻ ആ പ്രകടനത്തെ സംബന്ധിച്ചാണ് ഞാൻ പറയുന്നത്. ആ പ്രകടനം CPM-ന്റെ നേതാക്കന്മാരെ കോൺട്രോൾ ചെയ്തുകൊണ്ട് ഈ കേരളത്തിലെ പല കോൺഗ്രസിന്റെ നേതാക്കന്മാരും പങ്കാളികളായിട്ടുണ്ട് എന്ന് വിളിച്ചു പറഞ്ഞുകൊണ്ടാണ് ഞങ്ങൾ വ്യക്തമായിട്ട് പറഞ്ഞു. അല്ല പറഞ്ഞോട്ടെ, താങ്കൾ ചോദിച്ച ചോദ്യത്തിന് എന്റെ മറുപടി കൂടെ വേണമല്ലോ. എൻഫോഴ്സ്മെന്റ് ഡയറക്ടേഴ്സ് ഹൈക്കോടതി കൊടുത്തിരിക്കുന്നതിൽ പറഞ്ഞിരിക്കുന്ന എവിടെയാണ് അന്വേഷണം നിർത്തിയെന്ന്? അന്വേഷണം നമുക്ക് ഡിബേറ്റ് ചെയ്യാം. ഞാൻ ഡോക്യുമെന്റ് ഹാജരാക്കാം. പക്ഷേ നിങ്ങളൊന്ന് മനസ്സിലാക്കണം, അത് അന്വേഷണ പരിധിയിലാണ്. ആ അന്വേഷണ പരിധിയിലേക്ക് പല നേതാക്കന്മാരുടെയും CPM-ന്റെയും കോൺഗ്രസ് ആളുകളുടെയും അക്കൗണ്ടുകളിലേക്കും അവരുടെ സ്വത്ത് സമ്പാദ്യത്തിലേക്കും അന്വേഷണം പോകേണ്ടതായിട്ടുണ്ട്. അന്വേഷണങ്ങളിൽ കേന്ദ്ര ഏജൻസികൾ അന്വേഷിക്കുന്നുണ്ടെങ്കിൽ അതിന് നടപടികൾ കൃത്യമായിട്ടുണ്ടാകുമെന്ന് തന്നെയാണ് എനിക്ക് സൂചിപ്പിക്കാനായിട്ട്. മഞ്ജുഷെ, പുള്ളിക്കിനെ കുറിച്ച് യാതൊരു ധാരണയില്ല. 2 കുറ്റപത്രം കരുവന്നൂർ കേസുമായി ബന്ധപ്പെട്ട് കൊടുത്തു കഴിഞ്ഞു. അത് വളരെ കൃത്യമായി ഹൈക്കോടതിയിൽ അവർ പറഞ്ഞു കഴിഞ്ഞു. ഇനി കേരളത്തിലെ സഹകരണ ബാങ്കുകളെ കുറിച്ച് നിലവിൽ അന്വേഷണം ഇല്ല എന്നുള്ളത്. ഞാനത് ഫോളോ ചെയ്യുന്ന ആളാണ്, പുള്ളിക്കിനെ കുറിച്ച് അറിയാത്തതുകൊണ്ടാണ്. അല്ലല്ല, അങ്ങനെ ഒരു കുറ്റപത്രം കൊടുത്തിട്ടില്ല. കൊടുത്തിരിക്കുന്ന അന്വേഷണം താങ്കൾക്ക് അറിയില്ലെങ്കിൽ അത് താങ്കൾ ഒന്നും കൂടി ഒന്ന് പരിശോധിക്കുക. നിങ്ങൾക്ക് അറിവില്ലാത്ത കാര്യങ്ങളെ നിങ്ങൾ സമർത്ഥിക്കുക. 2 കുറ്റപത്രം സമർപ്പിച്ചിട്ടുണ്ട്. പ്രതിസ്ഥാനത്ത് നിർത്തി ചോദ്യം ചെയ്ത ഒരു വ്യക്തിയും ആ കുറ്റപത്രത്തിൽ വരാത്തിടത്തോളം കാലം ഞങ്ങളെ പോലുള്ളവർക്ക് അങ്ങേയറ്റം സംശയമുണ്ട് ഇതിലെന്തോ ഡീലിംഗ് നടന്നിട്ടുണ്ട് എന്നുള്ള കാര്യത്തില്. കാരണം മെയ് മാസത്തില് താങ്കൾ ഇങ്ങനെ ചർച്ചയില് മറ്റുള്ളവർക്ക് തന്ന അവസരത്തിൽ സംസാരിക്കുന്നത് സുഹൃത്തെ, അതൊരു മര്യാദയല്ല. താങ്കളെ റെജി ലൂക്കോസിനെ ഓടിച്ചു, എന്നെ ഓടിച്ചിട്ട് താങ്കൾക്ക് മാത്രം സംസാരിക്കുകയാണെങ്കിൽ ഈ ചർച്ച എങ്ങനെയാണ് മുൻപോട്ട് പോകുന്നത്? എനിക്ക് താങ്കളുടെ പാർട്ടിയോടും പ്രതിബദ്ധതയില്ല, CPM-നോടും പ്രതിബദ്ധതയില്ല, കോൺഗ്രസിനോട് പ്രതിബദ്ധതയില്ല. താങ്കൾ തീർച്ചയായിട്ടും ഇങ്ങനെ അറിയാത്ത കാര്യങ്ങളിൽ അച്ചട്ടായിട്ട് സംസാരിക്കരുത് ദയവ് ചെയ്തിട്ട്.
2 കുറ്റപത്രം സമർപ്പിച്ചിട്ടുണ്ട്. അതിൽ കേരളത്തിലെ ജനങ്ങൾ ആകാംക്ഷയോടെ കാത്തിരുന്ന പ്രതിസ്ഥാനത്ത് ഒരു വ്യക്തിയും വന്നിട്ടില്ല. സമർപ്പിച്ചിട്ടുണ്ട്. 2 കുറ്റപത്രങ്ങളിലും അന്വേഷണം നിർത്തിയെന്ന് പറഞ്ഞിട്ടുണ്ടോ? അത് ഞങ്ങൾ അതല്ലല്ലോ പറയുന്നത്. ഞാനും അനിലക്കരയോ അതല്ലല്ലോ പറഞ്ഞത്. താങ്കൾ ഇതുവരെ പറഞ്ഞിരുന്നത് 2 കുറ്റപത്രങ്ങൾ സമർപ്പിച്ചിട്ടില്ല എന്നാണ്. ഇപ്പൊ പറയുന്നത് സമർപ്പിച്ചിട്ടുണ്ട്. അതിൽ അന്തിമ കുറ്റപത്രം വന്നിട്ടില്ലെന്ന് ഞങ്ങൾ 2 പേരും പറഞ്ഞിട്ടുണ്ട്. ശരി, അത് സംശയം എന്ന് പറയുന്നത് അല്ലല്ലോ. MK ഹരിദാസ് ഈ പറഞ്ഞ കൊട്ടിഘോഷിച്ച് ചോദ്യം ചെയ്ത ആളുകൾ ആരും ഈ പ്രതിപട്ടികയിൽ ഇപ്പോൾ ഈ കുറ്റപത്രത്തിലേക്ക് വന്നിട്ടില്ല എന്നതാണല്ലോ അല്ലേ? അത് കേരളത്തിലെ ജനങ്ങളെയും ആ കരുവന്നൂർ സഹകരണ ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്തിട്ടുള്ള സാധാരണക്കാരായ പാവപ്പെട്ടവരെയും അങ്ങേയറ്റം നിരാശയിലാഴ്ത്തുന്ന കുറ്റപത്രമാണ് ഇപ്പോൾ ഹൈക്കോടതിയിൽ സമർപ്പിക്കപ്പെട്ടിരിക്കുന്നത്. അവിടെയാണ് നമുക്ക് ADGP അജിത് കുമാറിന്റെ RSS നേതാക്കളെ കാണാനുള്ള യാത്രയുമൊക്കെ ആയിട്ട് സംശയം ഉരുത്തിരിഞ്ഞു വരുന്നത്. പിന്നെ ശ്രീ അനിൽ അക്കര ഒരു കാര്യം മനസ്സിലാക്കുക. രാഷ്ട്രീയമായിട്ടാണ് താങ്കൾ ഇവിടെ സംസാരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ തൃശ്ശൂർ ജില്ലയിലെ എറണാകുളം ജില്ലയിലെ സഹകരണ സംഘങ്ങൾ കൊള്ളയടിച്ചതിൽ കോൺഗ്രസിന്റെ ഭരണസമിതി അംഗങ്ങളും ഒട്ടും പുറകിലില്ല എന്ന് താങ്കൾ മനസ്സിലാക്കണം. 96 കോടിയുടെ അങ്കമാലി കോപ്പറേറ്റീവ് അറബ് ബാങ്കിന്റെ കൊള്ള പുറത്തു വന്നിട്ട് കേവലം 5 മാസമേ ആയിട്ടുള്ളൂ. കാട്ടകമ്പാൽ സഹകരണ ബാങ്കില് ഏകദേശം 25 കോടിയാണെന്നാണ് എന്റെ അറിവിൽ. ഇപ്പൊ എനിക്ക് കൃത്യമായിട്ട് ഓർക്കുന്നില്ല. ഇതൊക്കെയും കോൺഗ്രസിന്റെ ഭരണസമിതികള് കക്കാമെങ്കിൽ ഞങ്ങൾക്കും കട്ടുകൂടെ എന്ന് CPM നേതാക്കൾക്ക് തോന്നിയാൽ, കാരണം അഹിംസാ പാർട്ടിയുടെ ആൾക്കാരാണ് ഈ കട്ടുകൂട്ടുന്നത്, ഞങ്ങൾക്കും കട്ടുകൂടെ എന്ന് CPM-ന്റെ നേതാക്കൾക്കും തോന്നിയതാണ് ഇന്ന് സഹകരണ ബാങ്കുകൾ തകർച്ചയുടെ വക്കിലെത്തി നിൽക്കുന്ന ഒരു കാഴ്ച കാണുന്നത്. ഇവിടുത്തെ ശ്രീ അഖിൽ, താങ്കൾ ഒരു കാര്യം മനസ്സിലാക്കുക. ED കച്ച കെട്ടി പുറപ്പെട്ടിട്ട് എന്റെ കുട്ടനെല്ലൂർ സഹകരണ ബാങ്കിന്റെ ഒരു കേസ് എടുക്കാൻ സാധിക്കാഞ്ഞത് പാർട്ടി ഓഫീസിൽ വെച്ചിട്ട്, ഏരിയ കമ്മിറ്റി ഓഫീസിൽ വെച്ചിട്ടാണ് കോടിക്കണക്കിന് രൂപയുടെ സെറ്റിൽമെന്റ് നടത്തിയിട്ട് ആ കേസ് ഒതുക്കി തീർത്തത്. നിങ്ങളുടെ ED അറിയാനിട്ടല്ല. MK ഹരിദാസ് ജി, അങ്ങയോടുള്ള പ്രായത്തിന്റെ ബഹുമാനം വെച്ചുകൊണ്ട് ഞാൻ പറയുന്നു, അങ്ങേക്ക് എന്താണ് ആ സെറ്റിൽമെന്റിനെ കുറിച്ച് അറിവുള്ളത്? പറയൂ. താങ്കൾക്ക് എന്താണ് അറിവ്? താങ്കളാണ് ഒരു മാധ്യമത്തിന് ഈ സെറ്റിൽമെന്റ് ഇല്ല എന്ന് താങ്കൾ എന്താണ് ആരോപണം ഉന്നയിക്കുന്നത്? അങ്ങനെ നടത്തിയെന്ന് അങ്ങേക്ക് എങ്ങനെ പറയാൻ സാധിക്കും? ഇത്തരത്തിലൊരു ചർച്ചയിൽ താങ്കളോട് പറയേണ്ട ആവശ്യം എനിക്കില്ല. താങ്കൾക്ക് ഇല്ല എന്ന് പറയേണ്ടതില്ല. അന്വേഷണ ഏജൻസികൾ പാർട്ടി ഓഫീസിലിരുന്ന് കോടിക്കണക്കിന് രൂപയുടെ സെറ്റിൽമെന്റ് നടത്തിയെന്ന് അതിന് അങ്ങ് മറുപടി പറയേണ്ടി വരും. കോടിക്കണക്കിന് രൂപ സെറ്റിൽമെന്റ് നടത്തിയത് പത്രവാർത്തയാണ്. പത്രക്കട്ടിങ് താങ്കൾക്ക് അയച്ചു തരാം. ദേശാഭിമാനി പ്രഖ്യാപിക്കുന്നതല്ല. ഞാൻ ദേശാഭിമാനി വായിക്കാൻ മാത്രം തരം തന്നിട്ടൊന്നുമില്ല. ഞാൻ ദേശാഭിമാനി പത്രം വായിക്കുന്ന. അങ്ങയുടെ ഈ പ്രവൃത്തി കൊണ്ട്, അങ്ങയുടെ ഈ വാക്കുകൾ കൊണ്ട് എനിക്ക് മനസ്സിലാക്കുന്നത് താങ്കൾ ആരെ ന്യായീകരിക്കാൻ വേണ്ടിയാണ് ഇവിടെ ശ്രമിക്കുന്നത്? താങ്കളെ ന്യായീകരിക്കാൻ ശ്രമിക്കുന്നത് വെച്ചാൽ അവരെ എതിർക്കാനാണ് ഞാൻ ശ്രമിക്കുന്നത്. അതുകൊണ്ടാണ് കേന്ദ്ര ഏജൻസികൾ സെറ്റിൽമെന്റ് നടത്തിയ ഗുരുതരമായിട്ടുള്ള ആരോപണം നിങ്ങൾ ഉന്നയിച്ചത്. കേന്ദ്ര ഏജൻസികൾ അതിന്റെ പുറകിലെ BJPയുടെ പ്രവർത്തകരാണെന്നും നേതാക്കളാണെന്നും വിശ്വസിക്കുന്നു. അത് ഇതുവരെ മാറ്റാനൊന്നും സാധിച്ചിട്ടില്ല. അപ്പൊ എന്നും വന്ന് ചാനൽ ചർച്ചയിൽ പറയാനുള്ള അവസ്ഥയൊന്നുമില്ല. അങ്ങനെ കേന്ദ്ര ഏജൻസികൾ കോൺഗ്രസിന്റെ കാലത്ത് വഴങ്ങി കൊടുത്തിട്ടുണ്ടാകും, കോൺഗ്രസിന്റെ കാലത്ത് വഴങ്ങി കൊടുത്തിട്ടുണ്ടാകും. പക്ഷേ ഇന്ന് രാജ്യം ഭരിക്കുന്നത് നരേന്ദ്രമോദി. അതിന് കൃത്യമായ അന്വേഷണങ്ങളായിട്ട് മുന്നോട്ട് പോകും. ശരി, ഞാൻ നിർത്തുകയാണ്. എന്തായാലും കരുവന്നൂർ ബാങ്ക് തട്ടിപ്പുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിലേക്കാണ് ചർച്ചകൾ വീണ്ടും പോകുന്നത്. DYFIയുടെ തൃശൂർ ജില്ലാ സെക്രട്ടറിയുടെ വെളിപ്പെടുത്തൽ തൃശൂർ ജില്ലയിലെ CPM നേതാക്കൾക്ക് കോടികളുടെ സ്വത്തുണ്ട് എന്നതാണ്. ഇന്നത്തെ ചോദ്യം ഇതായിരുന്നു: കരുവന്നൂർ ബാങ്ക് തട്ടിപ്പിന്റെ തെളിവോ DYFI നേതാവിന്റെ ശബ്ദരേഖ? അതെ എന്ന് 91% പ്രേക്ഷകരും, അല്ല എന്ന് 6%. ഡിബേറ്റ് അവസാനിക്കുന്നു. നന്ദി, നമസ്കാരം.